ഗുഡ് ഈവനിങ്. മാറ്റിനി ട്രിബ്യൂണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച ദിവസം സൈക്കോളജിയുമായിട്ടുള്ള സബ്ജക്റ്റുകളുടെ ഒരു ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് അതിന് അനുയോജ്യമായ ഒരു ടോപ്പിക്കാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്പോർട്സും യോഗയും ആയിട്ടുള്ള ബന്ധം. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ട്രെയിനറെ പരിചയപ്പെടുത്താൻ വേണ്ടി കോട്ടയത്ത് യോഗാചാര്യനായ രാമേന്ദ്രൻ സാറിനെ ഞാൻ വരിലേക്ക് ക്ഷണിക്കുകയാണ്. രാമേന്ദ്രൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാറേ, നന്ദി. കാരണം നമ്മള് ഷാമിൽ സാറിന്റെ ഇന്നത്തെ വിഷയം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഷാമിൽ സാറിനെ പോലെയുള്ള, ഷാമിൽജിയെ പോലെയുള്ള ഒരാളിനെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മാതൃകാപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിഷയത്തിലുള്ള ആഴത്തിലുള്ള അറിവ്, അത് പ്രസന്റ് ചെയ്യുന്ന രീതി, സംസാരിക്കുന്നതിലും ഇടപെടുന്നതിലുമുള്ള ഓരോ കാര്യങ്ങളുടെയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ രീതികൾ, അതെല്ലാം നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും അനുകരണീയമായിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഷാമിൽ മോൻ കളങ്കോട്ട് എന്ന് പറയുന്ന ഞങ്ങളൊക്കെ ഷാമിച്ചിരിക്കുന്ന അദ്ദേഹം. യോഗ, അസന, സ്പോർട്സ് ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, വളരെ വിശദമായിട്ട് സംസാരിക്കും. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗാസന, സ്പോർട്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഇന്ത്യയിൽ വന്നപ്പോൾ മുതൽ അതിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഷാമിൽ. അതിപ്പോ കേരളത്തിന്റെ ആകട്ടെ, കേരളത്തിന്റെ യോഗാസന സ്പോർട്സിന്റെ കപ്പിത്താനാണ് അദ്ദേഹം. കേരളത്തിന്റെ സെക്രട്ടറി ജനറലാണ്. അവിടുന്ന് അദ്ദേഹം നാഷണൽ ലെവലില് യോഗാസന ഭാരതിന്റെ മെമ്പറാണ്. ഭാരതിന്റെ 6ാം ഡിവിഷനിലുള്ള ആളാണ്. അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കഴിയുന്നു. അതിനുമപ്പുറം യോഗാസന ഇന്റർനാഷണലിന്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹമുണ്ട്. യോഗാസന ഇന്റർനാഷണലിന്റെ ലെവലില് നമ്മളെ പഠിക്കും. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ വിഷയത്തെ കുറിച്ച് അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. എന്നാൽ പോലും എനിക്ക് ഒരേ ഒരു പോയിന്റ് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മിക്കവാറും നമ്മൾ ഈ യോഗാസന, സ്പോർട്സും എന്ന വിഷയത്തെ കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ മിക്കവാറും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: യോഗയും സ്പോർട്സും അതെങ്ങനെയാ യോഗ സ്പോർട്സ് ആകും? അതിനെങ്ങനെ സ്പോർട്സുമായിട്ടൊരു ബന്ധം വരുന്നത്? ഒരു ബന്ധമില്ലാത്ത കാര്യമാണല്ലോ സാർ ഇത് പറയുന്നത്. കാരണം സ്പോർട്സ് വേറെ, യോഗ വേറെ എന്നൊരു പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു പോയിന്റ് ആയിട്ട് അതിനെക്കുറിച്ച് ഷാമിൽജി കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കും. എന്നാൽ പോലും എനിക്കൊരു ചെറിയ കാര്യം പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, ഇത് യോഗ സ്പോർട്സ് അല്ല, ഇത് യോഗാസന സ്പോർട്സ് ആണ്. അതായത് നമ്മുടെ പതഞ്ജലിയുടെയൊക്കെ കാഴ്ചപ്പാടിൽ പറഞ്ഞാല് 8 അംഗങ്ങളുള്ള ഭാഗങ്ങളുള്ള യോഗയിൽ ഇപ്പൊ നമ്മൾ യമ, നിയമ, ആസന, പ്രാണായാമ, അങ്ങനെ നമ്മുടെ ആ ഒരു 8 അംഗങ്ങളുടെ സമാധി വരെ എത്തുന്ന 8 അംഗങ്ങളില് ഉള്ളതിലെ 3ാമത്തെ അംഗമായിട്ടുള്ള ആ ഒരംഗമായിട്ടുള്ള യോഗാസനത്തിനെ മാത്രം നമ്മൾ മാറ്റിയെടുത്ത് അതിന്റെ പരിധികളെ നമ്മൾ മറികടന്നുകൊണ്ട് അതിന്റെ പോസിബിലിറ്റിയെ നമ്മൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് യോഗാസന സ്പോർട്സ് എന്ന് പറയുന്നത്. യോഗയല്ല, യോഗ എന്നതിന്റെ ഒരംശം മാത്രം എടുത്തിട്ടുള്ള യോഗാസന സ്പോർട്സ് ആണ് ഇത്. ആ യോഗാസനത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളെ കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സ്പോർട്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി യോഗയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ ധാരാളം യോഗയുടെ ചരിത്രത്തിൽ, വികാസ പരിണാമത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പതഞ്ജലിയുടെ ഒരു കാലഘട്ടം വന്നപ്പോൾ യോഗയ്ക്ക് ഒരു പ്രത്യേക കാലഘട്ടമായി മാറി. അതിനുശേഷം നമ്മുടെ മത്സ്യേന്ദ്രനാഥ് പോലെയുള്ള ഋഷിമാരുടെ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ യോഗയുടെ മറ്റൊരു വ്യത്യസ്തമായ തലങ്ങളിലേക്ക്, ഒരു ഘട്ടത്തിലേക്ക് കടന്നു. അതായത് നമ്മുടെ ഹഠയോഗയൊക്കെ വന്നപ്പോൾ ഹഠയോഗയുടെ കാലഘട്ടത്തിലും ഏതാണ്ട് ചെയ്തത് ഇതേപോലെ തന്നെയാണ്. ഈ 8 അംഗങ്ങളുള്ള യോഗയിൽ നിന്ന് നമ്മൾ യോഗാസനത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട്, യോഗാസനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, യോഗാസനത്തിനെയും പ്രാണായാമത്തിന്റെ സഹായത്തോടു കൂടി മറ്റ് അംഗങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. യോഗയിലേക്ക് കടക്കുന്നതിന് വേണ്ടി നമ്മൾ യോഗാസനത്തിനെ ഉപയോഗിക്കുകയാണ്. യോഗാസനങ്ങളിൽ കൂടി നമ്മുടെ മനസ്സിനെയും മനസ്സിൽ കൂടി നമ്മുടെ മറ്റംഗങ്ങളിൽ കൂടിയും പൂർണ്ണമായി യോഗയിലേക്കും കടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഹഠയോഗ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നത് ഋഷിവര്യന്മാരുടെ ഒരു കാലഘട്ടത്തിലായിരുന്നു. അതിനുശേഷം ഇപ്പൊ വന്ന നമ്മുടെ ഒരു ആധുനിക കാലഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ യോഗയുടെ ഇന്റർനാഷണൽ ഡേ ആയിട്ട് യോഗയെ വേൾഡ് അംഗീകരിച്ചപ്പം അതും യോഗയുടെ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രധാന ഘട്ടമായി. ഇപ്പോൾ നമ്മൾ യോഗാസന സ്പോർട്സ്, യോഗയുടെ വളർച്ചയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ് യോഗാസന സ്പോർട്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ
പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ആ ഒരു കാഴ്ചപ്പാടിൽ കൂടെ ആ ഒരു സ്പോർട്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അത് അതിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂ നിലനിർത്തിക്കൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള യോഗാസന മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. അതേപോലെ തന്നെ അതിനുമായിട്ട് നമ്മൾ മ്യൂസിക് പോലെയുള്ള കാര്യങ്ങൾ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് യോഗാസന സ്പോർട്സിനെ മറ്റൊരു എന്റർടൈൻമെന്റ് സ്പോർട്സിന്റെ തലത്തിലേക്ക് കൂടെ ഉയർത്തുന്നു. അതിന്റെ ആ ഒരു തലത്തിൽ കൂടെ വരുന്ന ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിൽ അങ്ങനെ യോഗയുടെ തന്നെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാകാൻ പോവുകയാണ്. അതിന്റെ ഒരു പ്രിലിമിനറി സ്റ്റേജിൽ ആദ്യ കാലഘട്ടത്തിലാണ് ഇപ്പൊ യോഗാസന സ്പോർട്സ്. നമ്മൾ അടുത്ത 10 വർഷം കൊണ്ടൊക്കെ നമുക്കതിന്റെ അത്ഭുതകരമായിട്ടുള്ള മാറ്റം യോഗയുടെ ചരിത്രത്തിൽ തന്നെ അങ്ങനെയുള്ള ഒരു വളരെ മാറ്റങ്ങളിലേക്ക് നമുക്ക് കാണാൻ പറ്റും. ആ കാണാനൊക്കെ നമ്മൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടാകും. അതിനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങളെ കൂടെ പൂർത്തീകരിക്കാം. നമ്മുടെ ഷാമിൽജിയുടെ യോഗയുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്, അദ്ദേഹത്തിന്റെ യോഗയുടെ യാത്ര ആരംഭിക്കുന്നത് യോഗനഗരി എന്ന് പറയപ്പെടുന്ന ഋഷികേശ് ഹരിദ്വാറിൽ നിന്നാണ്. ഹരിദ്വാറില് രാംദേവിന്റെ പതഞ്ജലി ആശ്രമത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിലെ യോഗ പഠനവും അദ്ദേഹത്തിന്റെ യോഗയുടെ യാത്രയും ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം കേരളത്തിനുള്ളില്, ഇന്ത്യയിൽ തന്നെ വിവിധ സ്ഥലങ്ങളില്, ലോകത്തിന്റെ തന്നെ വിവിധ സ്ഥലങ്ങളില് യോഗയുമായിട്ട് ബന്ധപ്പെട്ടും മോട്ടിവേഷണൽ ആയിട്ടുള്ള ധാരാളം ക്ലാസ്സുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. യോഗയുടെ ഇന്റർനാഷണൽ വേൾഡ് യോഗയുടെ ഒരു കോർഡിനേറ്റർ, അതായത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മള് ബഹ്റിന്, ഒമാനിലെയൊക്കെ, അതായത് ഇപ്പൊ നമുക്കൊരു യോഗ സ്പോർട്സിനെ നമ്മൾ ഒളിമ്പിക്സിലേക്ക് എത്തിക്കുക എന്നുള്ള എയിമിലേക്ക് വരുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ യോഗാസനത്തിനെ എത്തിക്കണം. ധാരാളം രാജ്യങ്ങൾ ഇതിലേക്ക് മത്സരിക്കാൻ വരണം. ആ ഒരു കൺസെപ്റ്റിൽ പേരില് നമുക്ക് യോഗാസനയുടെ അതിന്റെ സ്ട്രക്ചറിൽ, അതിന്റെ ആ ഒരു യോഗാസന സ്പോർട്സിന്റെ സ്ട്രക്ചറൊക്കെ അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. നമുക്ക് യോഗാസന സ്പോർട്സ് വേൾഡ് ഉണ്ട്, യോഗാസന വേൾഡ് ഉണ്ട്. ആ യോഗാസന വേൾഡിന്റെ മിഡിൽ ഈസ്റ്റിന്റെ മറ്റ് 2 രാജ്യങ്ങളുടെ പ്രധാനമായിട്ട് കോർഡിനേറ്ററാണ്, ജനറൽ കോർഡിനേറ്ററാണ്. നാഷണൽ യോഗാസന ജഡ്ജസ് ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പൊ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ വർഷവും നാഷണൽ ലെവലിലുള്ള ജഡ്ജസ് ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ പാട്യാലയിലുള്ള നമ്മുടെ സായി കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നുണ്ട്. അതിലെ ഒരു റിസോഴ്സസ് പേഴ്സൺ ആണ് നമ്മുടെ യോഗാസന ഭാരതിന്റെ, ഈ യോഗാസന സ്പോർട്സിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള 6ാം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിന്റെ ഒരു മെമ്പറാണ് അദ്ദേഹം. നാഷണൽ യോഗാസനയുടെ ഒരു ജഡ്ജ് മെമ്പറാണ് അദ്ദേഹം. യോഗ പ്രോട്ടോകോളിന്റെ ഇൻസ്ട്രക്ടറാണ് അദ്ദേഹം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നാഷണൽ മത്സരത്തിൽ ഖേലോ ഇന്ത്യ, യൂണിവേഴ്സിറ്റി യൂത്ത് ആൻഡ് ലീഗ് യോഗാസന ചാമ്പ്യൻഷിപ്പ്, അതിലേക്കൊക്കെയുള്ള കേരളത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ നാഷണൽ ജഡ്ജാണ് ഷാമിൽ. പതഞ്ജലി യുവ ഭാരത് കേരള സ്റ്റേറ്റ് പ്രസിഡന്റാണ്. ഭാരത് സ്വാഭിമാൻ ട്രസ്റ്റ് സോഷ്യൽ മീഡിയ പ്രസിഡന്റാണ് അദ്ദേഹം. അവസാനമായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള നമ്മുടെ യോഗാസന സ്പോർട്സിന്റെ കേരളത്തിലെ കപ്പിത്താനുമാണ്, ജനറൽ സെക്രട്ടറിയും. അപ്പൊ നമുക്ക് ഈ യോഗാസന സ്പോർട്സിന്റെ കൂടെ സഞ്ചരിക്കുന്ന, യോഗാസന സ്പോർട്സിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഷാമിൽജിയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കാം. നന്ദി, നമസ്കാരം. ഷാമിൽജി പ്ലീസ്. താങ്ക് യു സോ മച്ച് രാമേന്ദ്രൻജി. ആദ്യം തന്നെ ഞാൻ ഡോക്ടർ സാബു സാറിനോട് ഇത് അറേഞ്ച് ചെയ്തതിൽ താങ്ക് യു വെരി മച്ച്. ഞാനിങ്ങനെ ഒരു ഭയങ്കരമായ ചിന്തയിലായിരുന്നു, എങ്ങനെ നമുക്ക് കോട്ടയത്ത് നമ്മുടെ യോഗാസന സ്പോർട്സിനെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ രാമേന്ദ്രൻജിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ആൾക്കാരിലൊക്കെ ഒന്ന് സംസാരിക്കാം, അങ്ങനെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷോർട്ട് ടൈമിൽ അപ്പൊ ഇതിന്റെ ഒരു പ്രചരണാർത്ഥം ഇങ്ങനെ ഒരു പദ്ധതി വളരെ ഷോർട്ട് ടൈമിൽ അറേഞ്ച് ചെയ്താണ്. അതിന് ഞാൻ ആദ്യം തന്നെ ഡോക്ടർ സാബു സാറിനോട് ഞാൻ ഒരുപാട് നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്. അപ്പം രാമേന്ദ്രൻ സാറ് കുറച്ച് കൂടുതൽ പറഞ്ഞോന്ന് സംശയം നമ്മളെ കുറിച്ച്. പക്ഷെ എല്ലാവരും വിചാരിക്കും യോഗാസന സ്പോർട്സ് ഇത് പുതിയൊരു ടേമാണ്. ഞാൻ ഡയറക്റ്റ്ലി നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് കിടക്കാം. യോഗാസന സ്പോർട്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. ഈ യോഗ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടത് മെഡിറ്റേഷൻ വഴി, പിന്നെ പതുക്കെ നമുക്ക് മെന്റൽ റിലീഫും
നമുക്കുണ്ടാവുന്ന ശാരീരിക മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറ്റി റിലാക്സേഷനിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമാണല്ലോ യോഗ. പിന്നെ ഇതെങ്ങനെ യോഗാസന സ്പോർട്സ് ആക്കി മാറ്റും? വീണ്ടും ഇതിനകത്ത് സ്പോർട്സ് ആയാൽ അതിൽ ഒബ്വിയസ്ലി അതിനകത്ത് മത്സരങ്ങൾ ഉണ്ടാവും, മത്സര ബുദ്ധി ഉണ്ടാവും. അപ്പൊ ഇതെങ്ങനെ മാച്ച് ആവും? യോഗ എന്ന് പറയുന്ന കോൺസെപ്റ്റേ മാറി എന്ന് ഇപ്പോഴും സംശയമുണ്ട്. ഈ കൂട്ടത്തിലിരിക്കുന്നവർക്കും അതിനെക്കുറിച്ച് സംശയമുണ്ടെന്ന് അറിയാം. അപ്പൊ അതൊക്കെ ഒന്ന് ദൂരീകരിക്കണം. എങ്ങനെയാണ് നമ്മുടെ യോഗാസന സ്പോർട്സ് എന്നുള്ള ടേം ഉണ്ടായിരിക്കുന്നത്? യോഗയും യോഗാസനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ ഇതിന്റെ സാധ്യതകൾ എന്താണ്? പിന്നെ കുട്ടികളിൽ ഇതിന്റെ ഇമ്പാക്ട്സ് എങ്ങനെ എത്താം? ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർക്കുള്ള പിന്നെ അവരുടെ മെന്റൽ ഫിസിക്കൽ നേട്ടങ്ങൾ മാത്രമല്ല, അവരുടെ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ എങ്ങനെയൊക്കെ അവർക്ക് അവരുടെ കരിയർ ആക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് ചെറുതായി ഞാൻ വിശദീകരിക്കാം. ആദ്യം തന്നെ നമ്മുടെ യോഗാസന സ്പോർട്സ് എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെ വന്നു എന്നുള്ള കാര്യം ഞാൻ പറയാം. യോഗയുടെ പ്രചരണാർത്ഥം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങളിലോട്ട് ഇതെങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ച്, യോഗ എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര വിശദമായ പഠനങ്ങളിൽ ഇന്ത്യയിലെ യോഗാചാര്യന്മാരായ സ്വാമി ബാബ രാംദേവ് ജി, ജഗി വാസുദേവ് ജി, അങ്ങനെ വലിയ വലിയ ശ്രീ രവിശങ്കർ ജി, ഡോക്ടർ നാഗേന്ദ്രജി, അങ്ങനെ എല്ലാ യോഗാചാര്യന്മാരും കൂടി ഇങ്ങനെ സംസാരിച്ച് ഭയങ്കരമായ ചർച്ചകളിലൂടെ ഒരു കൺക്ലൂഷനിലെത്തി. യൂത്തിലോട്ട് ഇതെത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോർമലി യുവജനങ്ങളിലോട് നമുക്ക് യോഗ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ദഹിക്കില്ല. അവരിലോട്ട് എത്തണമെങ്കിൽ കായികപരമായിട്ടുള്ള എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസ് ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും യുവജനങ്ങളിലോട്ട് എത്താൻ വേണ്ടി. നമ്മുടെ യോഗശാസ്ത്രത്തിൽ പറയുന്നത് മനുഷ്യന്റെ മനസ്സ് മർക്കടനെ പോലെയാണെന്ന് പറയും. അതായത് എന്താണ് എപ്പോഴാണ് തീരുമാനിക്കുക എന്ന് യാതൊരു പിടി ഉണ്ടാവില്ല. സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ മനസ്സിനെ കെട്ടിവെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ശരീരത്തെ നമുക്ക് ടൈം ചെയ്തുകൊണ്ട് മനസ്സിനെ കീഴ്പ്പെടുത്താം എന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെയാണ് യോഗാസനയിലൂടെ യോഗയിലേക്ക് എത്താം എന്നുള്ള ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ പതഞ്ജലി മഹർഷിയൊക്കെ പറഞ്ഞതുപോലെ, നേരത്തെ രാമേന്ദ്ര സാർ സൂചിപ്പിച്ചായിരുന്നു, അഷ്ടാംഗ യോഗങ്ങളൊന്നും പറഞ്ഞാൽ ഇപ്പോഴത്തെ യുവജനങ്ങളൊന്നും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. യമനിയമങ്ങളൊന്നും പാലിക്കാനോ യുവജനങ്ങൾ പോട്ടെ, സാധാരണക്കാരനും അതിനൊന്നും സമയമില്ല. അത്രയും മത്സര ബുദ്ധിയോടെ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യമനിയമത്തിലെ ഒരു അംഗമായ, അതായത് അഷ്ടാംഗത്തിലെ യമനിയമ അതിനകത്തുള്ള ഒരു അംഗമായ ആസന എടുത്തുകൊണ്ട് ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് യോഗയിലേക്ക് അൾട്ടിമേറ്റ്ലി ഇൻ ടു യോഗ എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ അഷ്ടാംഗങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിനകത്തുള്ള ഫിസിക്കൽ പാർട്ടായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് ആയിട്ടുള്ള യോഗാസന എന്നുള്ള ടേം എടുത്തിരിക്കുകയാണ്. അങ്ങനെ യോഗാസന എന്നുള്ള ടേം എടുത്ത് അത് സ്പോർട്സിലോട്ട് മാറ്റണം എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊടുക്കുകയുണ്ടായി. 5 വർഷം മുന്നേ മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ അണ്ടറിൽ യോഗാസന എന്നുള്ളത് ഒരു സ്പോർട്സ് ആക്കി മാറ്റുകയുണ്ടായി. പിന്നീട് യോഗാസന സ്പോർട്സിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ബോഡി വേണം. ബാക്കിയുള്ള മറ്റേത് സ്പോർട്സും പോലെ, ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നുള്ള സ്പോർട്സ് പോലെ അതിനെ കൺട്രോൾ ചെയ്യാൻ ഗവേൺ ചെയ്യാൻ ഒരു ബോഡി വേണം എന്നുള്ള തീരുമാനത്തിൽ നാഷണൽ യോഗാസന സ്പോർട്സ് ഫെഡറേഷൻ എന്നുള്ള അസോസിയേഷൻ രൂപീകരിച്ചു. ഒട്ടും വൈകാതെ അതിനെ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ കീഴിൽ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കേന്ദ്ര യുവജന കാര്യക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അംഗീകരിക്കപ്പെട്ട ഏക സംഘടനയായി യോഗാസന സ്പോർട്സ് മാറുകയുണ്ടായി. ഇന്ന് നാഷണൽ യോഗാസന സ്പോർട്സ് ഫെഡറേഷനെ റീനെയിം ചെയ്തിട്ട് യോഗാസന ഭാരത് എന്നാണ് അതിന്റെ പേര്. ഞാൻ കുറച്ച് PPT ഞാൻ കാണിച്ചു തരാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ ക്വിക്കായിട്ട് പറയാം. അപ്പൊ സാറ് സ്ക്രീൻ വിസിബിൾ ആണോ?
Yes. ഓക്കെ, കാണാലോ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ യോഗ എന്താണ്, യോഗാസന എന്താണെന്നുള്ള ഇതിന്റെ വളരെ വ്യക്തമായിട്ട് യോഗയെക്കുറിച്ച് ഒരുപാട് പേർക്കറിയാം. എന്താണ് യോഗ എന്ന് പറയുന്നത്? ഇന്ത്യക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ്, ഇന്ത്യ ലോകത്തിന് കൊടുത്തൊരു സൗഭാഗ്യമാണ് യോഗ എന്ന് പറഞ്ഞത്. ബേസിക്കലി നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ്, ശരീരത്തെയും മനസ്സിനെയും ഏകോപിപ്പിച്ച് ഒന്നിലേക്ക്, വണ്ണസിലേക്ക് എത്തുക എന്നുള്ളതാണ് യോഗയുടെ കോൺസെപ്റ്റ്. പിന്നെ നമ്മുടെ യോഗാസന എന്ന് പറയുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഷ്ടാംഗങ്ങളിലുള്ള ഒരംഗത്തെ ആസന എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ മാറ്റി യോഗാസനയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് യോഗാസനയിലൂടെ യോഗയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഈസിയസ്റ്റ് വേ കുട്ടികളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കുട്ടികളോട് നമുക്ക് ഈ ചരിത്രം മുഴുവൻ പറഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് ഇത് ശ്രദ്ധിച്ച് കേട്ടു എന്ന് അറിയില്ല. അവർക്ക് പിന്നെ യമനിയമങ്ങളൊന്നും പറഞ്ഞാലോ അതൊന്നും അംഗീകരിക്കാനോ അവർ തയ്യാറാവില്ല. അവർക്ക് വേണ്ടത് റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്സ് വേണം. അവർക്ക് ഒന്നാമതെത്തണം, അവരുടെ കരിയർ സെറ്റ് ചെയ്യണം. കൂടാതെ ഭയങ്കരമായിട്ടുള്ള എനർജി ഉള്ള സമയമാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പം അവർക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വേദി കൂടെ വേണം. അങ്ങനെ ഫിസിക്കൽ എക്സസൈസ് ഇന്ന് ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് കുട്ടികളുടെ എക്സ്പ്രഷൻ, അവരുടെ ഉള്ളിലുണ്ടാവുന്ന ഫീലിങ്ങിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ അത് സ്പോർട്സിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അതിനൊരു ബോഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യോഗാസന ഭാരത് എന്നുള്ള ബോഡി ഉണ്ട്. യമനിയമങ്ങളെ കുറിച്ച് പറഞ്ഞു, ഞാൻ ചെറുതായിട്ട് പറയാം. നിയമ ധാരണ, ധ്യാന, പ്രത്യാഹാര, പ്രാണായാമ, ആസന. ഇതിലുള്ള ആസന എന്നുള്ള കോൺസെപ്റ്റ്, ഈ അംഗങ്ങൾ മുഴുവൻ ചേർന്നിട്ടാണ് നമുക്ക് യോഗയിലേക്ക്, അൾട്ടിമേറ്റ് യോഗയിലോട്ട് എത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അൾട്ടിമേറ്റ് ഒരു തികഞ്ഞ യോഗി എന്നതിലുപരി പതുക്കെ യോഗയിലേക്ക് എത്തുവാൻ വേണ്ടി കുട്ടികളെ ഇതിനകത്തേക്ക് സ്ലോലി ഇതിനകത്തേക്ക് യങ് ജനറേഷൻ, എസ്പെഷ്യലി യങ് ജനറേഷനെ ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് യോഗാസന സ്പോർട്സിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഇതിനകത്തുള്ള ആസന എന്നുള്ള കോൺസെപ്റ്റിനെ എടുത്ത് യോഗാസന സ്പോർട്സ് ആക്കി മാറ്റിയിരിക്കുകയാണ്. എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ മതിയാവില്ല. യോഗയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ യോഗാസനയുടെ കാര്യങ്ങളെക്കുറിച്ച് പോകാം. നമുക്ക് സ്പോർട്സ്, ആസനയിലൂടെ സ്പോർട്സ്, അതായത് ഇന്ന് യോഗാസന സ്പോർട്സ് പറയുന്നതിനേക്കാളും മുന്നേ തന്നെ 46 വർഷത്തോളമായിട്ട് ഇന്ത്യയിലുടനീളം പല മത്സരങ്ങൾ യോഗയിൽ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ യോഗാസന സ്പോർട്സ് ഇപ്പൊ മിനിസ്ട്രി അംഗീകരിക്കുന്നതിന് മുന്നേയും യോഗ മത്സരങ്ങൾ നടത്തി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തൊന്നും യാതൊരു ക്രോഡീകരണങ്ങളും നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓരോരോ അസോസിയേഷനും ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരുടേതായിട്ടുള്ള സിലബസുകളൊക്കെ ആയിട്ട് ഇതിനകത്ത് അവരുടെ ജഡ്ജ്മെന്റ് ആയാലും യാതൊരു രീതിയിലുള്ള ഫെയർ ജഡ്ജ്മെന്റ് ഒന്നും നടക്കില്ലായിരുന്നു. അതിനകത്തുള്ള ട്രെയിനിങ്, പ്രോപ്പർ ട്രെയിനിങ്ങോ ഒരു ഏകീകരണം ഈ യോഗ മത്സരങ്ങളിൽ ഇല്ലായിരുന്നു. ഇതിനെക്കുറിച്ച് യോഗയിലാണോ മത്സരം നടത്തുന്നത്, യോഗാസനയിലാണോ മത്സരങ്ങൾ നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചും അതിനകത്ത് തന്നെ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും സഫിഷ്യന്റും സൊഫിസ്റ്റിക്കേറ്റഡുമായിട്ടുള്ള മാർക്കിംഗ് സിസ്റ്റം, ജഡ്ജ്മെന്റ് സിസ്റ്റമാണ് നമ്മുടെ യോഗാസന ഭാരത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പേരാണ് സബ്ജക്റ്റീവ് മാർക്കിംഗ് സിസ്റ്റം. സബ്ജക്റ്റീവ് മാർക്കിംഗ് സിസ്റ്റം വിത്ത് മൈക്രോ മാർക്കിംഗ് എന്ന് പറയും. അതായത് നോർമലി ഒരു മത്സരം നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും 2 ടൈപ്പ് ഉണ്ട് മാർക്കിംഗ് സിസ്റ്റം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കംപ്ലീറ്റ് പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നു. ഒരു ജഡ്ജ് ഇരുന്നിട്ട് അതിന്റെ മാർക്ക് വിലയിരുത്തും. ഇപ്പൊ ഔട്ട് ഓഫ് 10 ഇപ്പൊ 8 ആണോ 9 ആണോ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിൽ കുട്ടിയുടെ പെർഫോമൻസിനെ വിലയിരുത്തി അദ്ദേഹം ഇടുന്ന മാർക്കിംഗ് സിസ്റ്റമാണ് നമുക്ക് സബ്ജക്റ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ് നമ്മുടെ മാർക്കിംഗ് ഒബ്ജക്റ്റീവ് ആണ്. നമുക്കൊരു പൂൾ ഓഫ് ജഡ്ജിങ് പാനൽ ഉണ്ടാവും. കുട്ടിയുടെ പെർഫോമൻസിന് എസ്പെഷ്യലി ആസനങ്ങൾ മാത്രമാണ്, ഇപ്പോഴും തെറ്റിദ്ധരിക്കരുത്,
ബാക്കിയുള്ള അംഗങ്ങളൊന്നും നമ്മൾ പരിശോധിക്കുന്നില്ല. കുട്ടിയുടെ ഫിസിക്കൽ ആസ്പെക്റ്റിലുള്ള പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ള മാർക്കിംഗ് സിസ്റ്റമാണ്. കംപ്ലീറ്റ്ലി ഫിസിക്കൽ ആയുള്ള കുട്ടികളുടെ പല ആസനങ്ങളുടെയും ആസനയുടെ ഡിഫിക്കൽട്ടി പാർട്ട് നമ്മൾ മെഷർ ചെയ്യും. കൂടാതെ അവരുടെ ടൈം നോക്കും. അങ്ങനെ അടങ്ങുന്ന 10ഓളം ജഡ്ജസ് അടങ്ങുന്ന ഒരു ജഡ്ജിങ് പാനലാണ് നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. വി ആർ എയിമിങ് ഒളിമ്പിക്സ്. മറ്റേത് സ്പോർട്സും എയിം ചെയ്യുന്നത് പോലെ നമ്മുടെയും യോഗാസന സ്പോർട്സിന്റെയും ഗോൾ എന്ന് പറയുന്നത് ഒളിമ്പിക്സിലോട്ട് എത്തുക എന്നുള്ളതാണ്. പിന്നീട് ഇതെങ്ങനെയൊക്കെ കുട്ടികളിൽ ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കുട്ടികളുടെ മനസ്സിനെ കടിഞ്ഞാണില്ലാത്ത പട്ടം പോലെ എന്ന് പറയും. അവരുടെ പ്രവൃത്തികളും നമുക്ക് സിറ്റുവേഷണൽ ബേസ് അവരെന്തൊക്കെ ചെയ്യുകയാണ് ഒന്നും നമുക്ക് ഒരു പിടിയും കിട്ടില്ല. അവരുടെ എത്ര ഉപദേശം കൊടുത്താലും അവയർനെസ് ക്ലാസ് കൊടുത്താലൊന്നും അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് ഇപ്പൊ. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കേട്ടുവരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അങ്ങനെ ഒരുപാട് ന്യൂസുകൾ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്തൊക്കെ കുട്ടികളെ പിടിച്ചിരുത്തി ഒരു ക്ലാസ്സിൽ എടുത്ത് അവയർനെസ് ക്ലാസ് കൊടുത്താലൊന്നും അവരിലേക്ക് അത്രയും ഇമ്പാക്റ്റ് എത്തില്ല. അപ്പോൾ അവർക്ക് എന്താണോ ആവശ്യം, അവർക്ക് ജീവിതത്തിൽ ഉയരാനുള്ള എന്താണോ ആവശ്യം, ആ സാധനത്തിന് കൊടുക്കാനുള്ള പ്ലാറ്റ്ഫോം സ്പോർട്സിലൂടെ ഇവരുടെ ഈ കഴിവൊക്കെ ഇവരുടെ ശ്രദ്ധ സ്പോർട്സിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഒരു പരിധി വരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇവരുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് വളരെ ഷുവർ ഷോട്ട് ആയിട്ടുള്ള കാര്യമാണ്. യോഗാസന സ്പോർട്സിലൂടെ അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അവരുടെ ഫിസിക്കൽ ആസ്പെക്റ്റിലൂടെ ഒരുപാട് ആസനങ്ങളിലൂടെ അവരുടെ ശ്രദ്ധയും അവരുടെ യോഗയുടെ ബെനിഫിറ്റ് എന്തൊക്കെയാണോ അതൊക്കെ ഈ ഫിസിക്കൽ എക്സസൈസിലൂടെ മാറി അവർക്ക് ഒരു മെന്റൽ കോൺസെൻട്രേഷനും കിട്ടും. കൂടാതെ ഫിസിക്കലി മെന്റലി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകൾ ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇനീഷ്യേഷനോടുകൂടി നടക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ക്ലാരിറ്റിയോടെ പറയാം. നമുക്ക് സ്പോർട്സ് കോട്ട വഴിയുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ സ്പോർട്സ് കോട്ട വഴിയുള്ള ഏത് റിക്രൂട്ട്മെന്റും ഇന്ന് യോഗാസന സ്പോർട്സിനും ബാധകമാണ്. അതിൽ റീസെന്റ് നമ്മുടെ നാഷണൽ പ്ലേയേഴ്സ്, മെഡൽ വിന്നർ ആയിട്ടുള്ള നാഷണൽ പ്ലേയേഴ്സിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വിത്തൗട്ട് റൈറ്റിംഗ് എനി എക്സാം ഇവർക്ക് ഡയറക്റ്റ് ജോലി കിട്ടിയിട്ടുണ്ട്. വിത്തൗട്ട് റൈറ്റിംഗ് എനി എക്സാം മെഡൽ വിന്നർ ആണെങ്കിൽ ആകെയുള്ള ക്രൈറ്റീരിയ നമ്മുടെ നാഷണൽ മെഡൽ വിന്നർ ആവുക എന്നുള്ളതാണ്. ഇൻകം ടാക്സിലും റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലും ഓൾറെഡി നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. IIT മദ്രാസ്, ചെന്നൈ IIT-യിൽ ലാസ്റ്റ് 3 weeks മുന്നേ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. IIT-യിലൊക്കെ കിട്ടാൻ കുട്ടികൾ ചെറുപ്പം മുതലേ ട്യൂഷൻ പോയി പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇനി അത് വേണ്ട, യോഗാസന പ്രാക്ടീസ് ചെയ്ത് യോഗാസന വിന്നർ ആണെങ്കിൽ ആ കുട്ടിക്ക് ഒരു സീറ്റ് യോഗാസന സ്പോർട്സിലൂടെ, സ്പോർട്സ് കോട്ടയിലൂടെ IIT-യിലേക്കും ഇപ്പോൾ എൻട്രി ഉണ്ട്. കൂടാതെ ITBP, ഇൻഡോ ടിബറ്റൻ പോലീസ് ബോർഡർ പോലീസ് ഫോഴ്സിൽ ഡയറക്റ്റ് ജോലി നമ്മുടെ യോഗാസന സ്പോർട്സ് വിന്നറിനുണ്ട്. സിവിൽ സർവീസ് ഗെയിംസിൽ, അതായത് പോലീസ് ഗെയിംസ് പോലെ സിവിൽ സർവീസ് ഗെയിംസ് നടക്കുന്നുണ്ട്. സിവിൽ സർവീസ് ഗെയിംസിലും പോലീസ് ഗെയിംസിലും യോഗാസന സ്പോർട്സ് എന്നൊരു സ്പോർട്സ് ഇവന്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഗുണം ഞാൻ പറയാം. ഇന്റേണൽ പ്രൊമോഷൻസ്, ഇപ്പൊ പോലീസ് ഗെയിംസ് നടക്കുമ്പോൾ ഒരു കോൺസ്റ്റബിൾ ആണ് പ്ലെയർ എങ്കിൽ, കോൺസ്റ്റബിൾ മത്സരിക്കുകയാണെങ്കിൽ അവർക്ക് സർവീസ് ഹിസ്റ്ററി ഒന്നും നോക്കാതെ തന്നെ ഡയറക്റ്റ് പ്രൊമോഷൻ കിട്ടും വിന്നർ ആണെങ്കിൽ. പോലീസ് ഗെയിംസിൽ യോഗാസന സ്പോർട്സ് ഒരു ഇവന്റ് ആക്കിയെടുത്ത് മെഡൽ വിന്നർ ആണെങ്കിൽ, അതിൽ നാഷണൽ ടോപ്പ് വിന്നർ ആണെങ്കിൽ ഡയറക്റ്റ് പ്രൊമോഷൻ വിത്ത് ഇൻക്രിമെന്റ്. കോൺസ്റ്റബിൾ എന്നുള്ളത് SI ആവും, SIക്ക് അതിന്റെ പ്രൊമോഷൻ കിട്ടും. അതുപോലെ സിവിൽ സർവീസിലും. കൂടാതെ നാഷണൽ ഇവന്റ്സ്, ഇന്ത്യൻ സർക്കാർ നടത്തുന്ന ഇവന്റ്സുകളായ ഇന്ത്യയിലെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്, നാഷണൽ ഗെയിംസ് എന്നീ ഇവന്റുകൾ ഭാരത സർക്കാർ ഇപ്പം നടത്തിപ്പോകുന്നുണ്ട്. നാഷണൽ ഗെയിംസ് 100 വർഷത്തോളമായിട്ട് നടത്തിപ്പോകുന്ന ഇവന്റാണ് നാഷണൽ ഗെയിംസ്.
നാഷണൽ ഗെയിംസ് ആണ് നമ്മുടെ ഇന്ത്യയുടെ ഒളിമ്പിക്സിലേക്ക് പോകാനുള്ള ചവിട്ടുപടി. നാഷണൽ ഗെയിംസിൽ യോഗാസന സ്പോർട്സ് ഇവന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 എഡിഷനിലും യോഗാസന സ്പോർട്സ് ആയിട്ട് നാഷണൽ ഗെയിംസ് ഉണ്ട്. ഇതിനകത്തും നമ്മുടെ കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനായ യോഗാസന ഭാരതിൽ നാഷണൽ വിന്നർ ആവുന്ന ആദ്യത്തെ 15 കുട്ടികൾക്കാണ് നാഷണൽ ഗെയിംസിലെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ. അതിന്റെ ചവിട്ടുപടി എന്ന് പറയുന്നത് നമ്മുടെ യോഗാസന അസോസിയേഷൻ, കേരള അസോസിയേഷൻ നടത്തുന്ന സ്റ്റേറ്റ് മത്സരത്തിൽ വിജയികളാവണം. അതിന്റെ മുന്നോടിയായിട്ട് ജില്ലാ മത്സരങ്ങളിൽ വിജയിക്കണം. ജില്ലാ മത്സരങ്ങളിലെ വിജയികൾക്ക് സ്റ്റേറ്റിൽ പങ്കെടുത്ത് വിജയികളാവാം. അതിൽ നിന്ന് നാഷണൽ വിന്നർ ആവാം. നാഷണൽ വിന്നർ ആവുന്നവർക്ക് നാഷണൽ ഗെയിംസ് പോലെയുള്ള ഭാരത സർക്കാരിന്റെ ഇവന്റുകളിലേക്ക് പങ്കെടുക്കാനുള്ള അവസരവും കൂടി കിട്ടുന്നതാണ്. 3 മാസം മുന്നേ നമുക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു. ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ PT ഉഷാജി നമ്മുടെ യോഗാസന ഭാരതിന്റെ ഡോക്ടർ ജയദീപ് ആര്യാജി, സെക്രട്ടറി ജനറലായ ഡോക്ടർ ജയദീപ് ആര്യാജിയുമായിട്ട് നടന്ന ചർച്ചയിൽ ഏഷ്യൻ ഗെയിംസിലോട്ട് യോഗാസന സ്പോർട്സിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള ലെറ്റർ PT ഉഷാജി ഏഷ്യൻ ഒളിമ്പിക് അസോസിയേഷന് കൈമാറുകയുണ്ടായി. വിത്തിൻ 4 days 4 ദിവസത്തിനുള്ളിൽ ഏഷ്യൻ ഗെയിംസിൽ യോഗാസന സ്പോർട്സ് ഒരു സ്പോർട്സ് ഇവന്റായി അംഗീകരിച്ചു കഴിഞ്ഞു. ഇതിന്റെ സാധ്യത വളരെ വലുതാണ്. ഇനി വരുന്ന കുട്ടികൾക്ക് 2036 നടക്കുന്ന ഒളിമ്പിക്സിൽ യോഗാസന എന്നുള്ളത് ഒരു സ്പോർട്സ് ഇവന്റായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 2036 ഒളിമ്പിക്സിന് ഇന്ത്യ വേദിയാവാൻ ബിഡ് ചെയ്തിട്ടുണ്ട്. ആ ബിഡിങ്ങിൽ ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രിക്ക് ഇൻഡിജിനിയസ് സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ യോഗാസന എന്നുള്ള ഇവന്റ് ഒരു കോമ്പറ്റിറ്റീവ് സ്പോർട്സ് ആയി ഇന്ത്യയുടെ അഭിമാനമായിട്ട്, കാരണം 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് നമുക്ക് ഇന്നും ഒളിമ്പിക്സ് മെഡലുകൾ വളരെ ചുരുക്കം മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഇത്രയും ടാലന്റ് ഉള്ള ഒരു രാജ്യത്ത് ഇപ്പൊ നമ്മുടെ ഭാരതത്തിന്റെ തനതായിട്ടുള്ള യോഗയിൽ നിന്നും ഒരുപാട് ചുരുങ്ങിയത് 20 മെഡലെങ്കിലും ഒളിമ്പിക്സ് വഴി പ്രതീക്ഷിക്കുന്നുണ്ട്. 2036 ഒളിമ്പിക്സിലോട്ട് യോഗാസന എന്നുള്ള ഇവന്റ് മാറുമെന്നുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനുവേണ്ടി ശക്തമായ ടീം വർക്ക് നാഷണൽ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈസിയസ്റ്റ് സ്പോർട്സ് ആണ് യോഗ എന്ന് പറയുന്നത്. കാരണം ഇന്ന് ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, ബാഡ്മിന്റൺ ആയിക്കോട്ടെ, ഒരുപാട് സ്പോർട്സിലൊക്കെ സ്പോർട്സ് ക്ലിനിക്കും അതിന്റെ ടീമിലോട്ടാവാനുള്ള ചെലവുകൾ വളരെ കൂടുതലാണ് കുട്ടികൾക്ക് ഇതിനുള്ള ചെലവ്. പക്ഷേ നമ്മുടെ ഈ പുതിയ സ്പോർട്സിന്റെ ഗുണം എന്ന് വെച്ചാൽ ലെസ് എക്സ്പെൻസീവ് ആണ്. വെറും ഒരു യോഗ മാറ്റും പ്രൊഫഷണൽ യോഗ കോച്ചും ഉണ്ടെങ്കിൽ ഏതൊരു കുട്ടിക്കും ഈ സ്പോർട്സിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ഇതൊരു കോമ്പറ്റിറ്റീവ് സ്പോർട്സ് എന്നതിലുപരി മറ്റെല്ലാ സ്പോർട്സിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റിലാക്സേഷൻ ആയാലും മസിൽ റിലാക്സേഷൻ ആയാലും മെന്റൽ റിലീഫിനും ഉപയോഗിക്കുന്നത് ഇന്ന് യോഗയാണ്. മറ്റേത് സ്പോർട്സിലും ഫിസിക്കലി മെന്റലി അവർ ടയർഡ് ആയി കഴിഞ്ഞാൽ, ഈവൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ഇത് കിട്ടുകയുണ്ടായി. പല ആൾക്കാരും പറയുന്നത് അവർ മെന്റൽ സ്ട്രെസ് മാറാൻ വേണ്ടി അവർ പ്രാക്ടീസ് ചെയ്യുന്നത് യോഗയാണെന്ന് പറയുകയുണ്ടായി. അതുപോലെ മറ്റെല്ലാ സ്പോർട്സിലും അവരുടെ മെന്റൽ റിലാക്സേഷനും ഫിസിക്കൽ റിലാക്സേഷനും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്നതിനുള്ള ഈസിയസ്റ്റ് വേ യോഗയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പാർട്ട് ഫ്രം ദി കോമ്പറ്റിറ്റീവ് സ്പോർട്സ്, യോഗാസന എന്നുള്ളത് ഒരു കോമ്പറ്റിറ്റീവ് സ്പോർട്സ് തന്നെയാണ് ഇൻഡിവിജ്വൽ, എങ്കിലും ബാക്കി എല്ലാവർക്കും ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ ഈസിയാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. ഒരു യോഗ മാറ്റും ഒരു പ്രൊഫഷണൽ കോച്ചും ഉണ്ടെങ്കിൽ എവിടെ നിന്നും നമുക്ക് ഈ യോഗാസന സ്പോർട്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സിസ്റ്റത്തെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റിയോടെ പറയാം. നമ്മുടെ നാഷണൽ ബോഡിയുടെ പേരാണ് യോഗാസന ഭാരത്. യോഗാസന ഭാരത് ഇന്ന് നമ്മുടെ സെക്രട്ടറി ജനറൽ ഡോക്ടർ ജയദീപ് ആര്യാജിയാണ് സെക്രട്ടറി ജനറൽ. ബാബ രാംദേവ്ജിയുടെ പതഞ്ജലി യോഗപീഠ് ഹരിദ്വാറിന്റെ നാഷണൽ ഹെഡ് ആയിരുന്നു അദ്ദേഹം അതിന്റെ കംപ്ലീറ്റ് റോളിൽ നിന്ന് മാറി ഇന്ന് യോഗാസന ഭാരതിന്റെയും
ഇതിനൊരു അപ്പർ ബോഡി ഉണ്ട്, വേൾഡ് യോഗാസന. വേൾഡ് യോഗാസനയുടെയും സെക്രട്ടറി ജനറൽ ആണ് ഡോക്ടർ ജയദീപ് ആര്യജി. വേൾഡ് യോഗാസനയുടെ പ്രസിഡന്റ് ബാബ രാംദേവ് ജിയാണ്. ഇതൊക്കെ വേൾഡ് യോഗാസനയിൽ ഇന്ന് 30ഓളം വരുന്ന ഇന്റർനാഷണൽ ബോഡീസ് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒളിമ്പിക്സിലോട്ട് പോകുന്നതുകൊണ്ട് ഓരോ രാജ്യത്തും നമ്മുടെ യോഗാസന സ്പോർട്സിന്റെ ഫെഡറേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന് വേൾഡ് യോഗാസനയിൽ 30ഓളം രാജ്യങ്ങൾ മെമ്പറാണ്. താമസിയാതെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും, ഒളിമ്പിക്സിലോട്ട് വരാൻ താല്പര്യമുള്ള എല്ലാ രാജ്യങ്ങളും വേൾഡ് യോഗാസനയുടെ അഫിലിയേഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. ആഫ്രിക്കൻ കൺട്രീസിൽ ഇന്ന് ചാമ്പ്യൻഷിപ്പ് നടന്നു കഴിഞ്ഞു. കഴിഞ്ഞ ബഹ്റിനിലും ഒമാനിലും, ബഹ്റിന്റെ കോർഡിനേറ്ററാണ് ഞാൻ, ബഹ്റിനിൽ നമ്മൾ ആദ്യത്തെ യോഗാസന ചാമ്പ്യൻഷിപ്പ് നടത്തി കഴിഞ്ഞു. ഒമാനിലിനി നടക്കാൻ പോവുകയാണ്. US-ലും യൂറോപ്പിലും ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോവുകയാണ്. കൂടാതെ ഇന്ന് യോഗാസന ഭാരതിന്റെ അടിയിൽ, യോഗാസന ഭാരത് വേൾഡ് യോഗാസനയായിട്ട് അഫിലിയേറ്റ് ചെയ്താണ്. യോഗാസന ഭാരതിന്റെ അണ്ടറിൽ ഇന്ന് ഇന്ത്യയിൽ ഒട്ടുക്കും 28 സ്റ്റേറ്റിലും 8 യൂണിയൻ ടെറിട്ടറിയിലും നമുക്ക് സ്റ്റേറ്റ് യൂണിറ്റുകളുണ്ട്. സ്റ്റേറ്റ് യൂണിറ്റിൽ അതിനകത്തുള്ള യോഗാസന നമ്മുടെ യൂണിറ്റിന്റെ പേരാണ് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് അഫിലിയേറ്റഡ് ആണ്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് അഫിലിയേറ്റഡ് ആണ്. ഇതിനെല്ലാം ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ഇതുപോലെയുള്ള ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റം റൺ ചെയ്യണമെങ്കിൽ ഒരു പൂൾ ഓഫ് ജഡ്ജസ് നമുക്ക് ആവശ്യമുണ്ട്. യോഗാസന ഭാരത് വർഷാവർഷം NSNIS പട്യാലയിൽ വെച്ച് നാഷണൽ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നാഷണൽ ട്രെയിനിങ് നടത്തുന്ന സ്ഥലം പട്യാലയിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്പോർട്സ് ക്യാമ്പസ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒളിമ്പിക്സിലോട്ട് പോകുന്ന അത്ലറ്റിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന, ട്രെയിനിങ്ങും സെലക്ഷൻ ട്രയലൊക്കെ നടക്കുന്ന സ്ഥലമാണ് പഞ്ചാബിലുള്ള NSNIS പട്യാല സെന്റർ. അതുകൂടാതെ ഇന്ത്യയിൽ ഒട്ടുക്കും IPS ഓഫീസേഴ്സിനും ട്രെയിനിങ് കിട്ടുന്ന സെന്ററാണ് പഞ്ചാബിലെ NSNIS പട്യാല. അതേ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ യോഗാസന ജഡ്ജ് ചെയ്യാനുള്ള, യോഗാസന സ്പോർട്സ് ജഡ്ജസിനുള്ള ട്രെയിനിങ്ങും പഞ്ചാബിൽ വെച്ചാണ് നടക്കുന്നത്. കേരളത്തിൽ ഇന്ന് 28ഓളം നാഷണലി ക്വാളിഫൈഡ് ജഡ്ജസ് ഇന്ന് കേരളത്തിനുണ്ട്. കേരളത്തിലും ഇതുപോലെയുള്ള സ്റ്റേറ്റ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. കേരളത്തിലുള്ള സ്റ്റേറ്റ് ജഡ്ജസ് ട്രെയിനിങ് നടക്കുന്ന സെന്റർ തിരുവനന്തപുരത്തെ കാര്യവട്ടത്തുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സെന്ററായ LNCPE കാര്യവട്ടത്തിൽ വെച്ചിട്ടാണ് കേരളത്തിനുള്ള സ്റ്റേറ്റ് ജഡ്ജസ് ട്രെയിനിങ് നടക്കുന്നത്. ഇന്ന് കേരളത്തിൽ 190ഓളം അടങ്ങുന്ന ജഡ്ജസ് പൂളുകൾ, സ്റ്റേറ്റ് ജഡ്ജസ് ട്രെയിനിങ് കഴിഞ്ഞ 190ഓളം ജഡ്ജസ്മാര്, ഈ മത്സരങ്ങൾ നിയന്ത്രിക്കാനുള്ള ജഡ്ജസ്മാർ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പൊ ഇവർക്കൊക്കെയുള്ള സാധ്യത, ഇന്ന് ജഡ്ജസ് ആയിക്കോട്ടെ, കോച്ചസ് ആയിക്കോട്ടെ, ട്രെയിനർ ആയിക്കോട്ടെ, അത്ലറ്റ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെയുള്ള സാധ്യത, അവരുടെ കരിയർ ഡെവലപ്മെന്റിനുള്ള സാധ്യത ഒരുപാട് അധികമാണ്. കാരണം അപ്പാർട്ട് ഫ്രം നാഷണൽ ഗെയിംസ്, യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ ഗെയിംസ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് നടത്തുന്നത് പോലെയുള്ള മത്സര ഇനങ്ങളല്ലാതെ IPL കോൺസെപ്റ്റിൽ, ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ IPL എന്നപോലെ യോഗാസന സ്പോർട്സിൽ YSL എന്നുള്ള ഒരു ലീഗ് മത്സരങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ നടക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള ഫ്രാഞ്ചൈസിയുമായിട്ട് യോഗാസന ഭാരത് സൈൻ ചെയ്തിട്ടുണ്ട്. യോഗാസന സൂപ്പർ ലീഗ് എന്ന് പറയുന്ന മത്സരങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഭയങ്കരമായിട്ട് കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന യോഗാസന ജഡ്ജസ്, ടെക്നിക്കൽ ഒഫീഷ്യൽസ്, ഇതിന്റെ സ്പോർട്സ് സപ്പോർട്ടിംഗ് വളണ്ടിയേഴ്സ്, ഇതിന്റെ കോച്ചസ്, ടീം മാനേജേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, യോഗ തെറാപ്പിസ്റ്റ്, കുട്ടികൾ, അത്ലറ്റ്സ്, ഇവർക്കൊക്കെ ഫിസിക്കൽ മെന്റൽ വെൽബീയിങ്ങിനുപരി മോണിറ്ററി ബെനിഫിറ്റ്സും കൂടെ ഭാരത സർക്കാർ ഒരുക്കിയിരിക്കുകയാണ്. യോഗയിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി യോഗ കംപ്ലീറ്റ് ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ട് ഇന്ന് മറ്റേത് സ്പോർട്സും പോലെ, മറ്റേത് ഇതും പോലെ യോഗയിലോട്ട് വരാനുള്ള കംപ്ലീറ്റ് പ്രൊമോഷൻ ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യോഗാസന ഭാരത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ മെമ്പറും കൂടിയാണ്. യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള ഒളിമ്പിക് അസോസിയേഷനുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത ബോഡിയാണ്.
സ്റ്റേറ്റ് ബോഡിയുടെ പേര് ഞാൻ ഒന്നുകൂടെ പറയാം. യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയാണ് നമ്മുടെ സ്റ്റേറ്റ് ബോഡി. സ്റ്റേറ്റ് ബോഡിയുടെ ജനറൽ സെക്രട്ടറി ഷമിൽ മോൻ കലങ്ങോട്ട് ഞാനാണ്. കൂടാതെ നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ എമിനന്റ് പേഴ്സണാലിറ്റിയാണ് യോഗ മേഖലയിൽ അറിയുമായിരിക്കും, കൈതപ്രം വാസുദേവൻ നമ്പൂതിരിജിയാണ് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്. കൂടാതെ വളരെ ശക്തമായ നമുക്ക് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ ട്രഷറർ എന്ന് പറയുന്നത് ശ്രീ വേലപ്പൻജി തിരുവനന്തപുരം ജില്ലയിൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനാണ്. വളരെ ശക്തമായി നമ്മുടെ ട്രഷറർ ആയി നിൽക്കുന്നതാണ്. കൂടാതെ 13 അംഗ കമ്മിറ്റിയിലെല്ലാം വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് നമ്മുടെ യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള ഉള്ളത്. ഒരു ടീമിന്റെ വിജയം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ വിജയമാണ്, ആൾക്കാരുടെ കൂട്ടായ്മയാണ്. അപ്പൊ അതിന് ഞാൻ ഇന്ന് വളരെയധികം നന്ദി പറയുന്നത്, നമുക്ക് വളരെ ശക്തമായ ഒരു ടീം ഇതിന്റെ പുറകിലുണ്ട്. ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് വളരെ 4 വർഷം മാത്രമായിട്ടുള്ള ഒരു പുത്തൻ ആശയമാണ് യോഗാസന സ്പോർട്സ് എന്ന് പറഞ്ഞ ഇവന്റ്. അതിന്ന് അതിവേഗം ഞങ്ങൾ 4 വർഷത്തിനുള്ളിൽ 4 ചാമ്പ്യൻഷിപ്പ് നടത്തുകയുണ്ടായി. 190ഓളം സ്റ്റേറ്റ് ട്രെയിനിങ് കഴിഞ്ഞ ജഡ്ജസ് ഇന്ന് കേരളത്തിലുണ്ട്. അതിനകത്ത് 28 പേര് നാഷണലി ട്രെയിൻഡ് ജഡ്ജസ് ആണ്, 25 പേര് നാഷണലി ട്രെയിൻഡ് യോഗാസന കോച്ചസ് ആണ്. ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് കൂട്ടായ്മയുടെ ഫലമാണ്. വളരെ ശക്തമായ ടീമുണ്ട് നമുക്ക്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ മെമ്പറാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ യോഗാസന സ്പോർട്സിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആവുമ്പോൾ കുറച്ചുകൂടെ ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, സബുസറ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനുള്ള ടൈം ഉണ്ടെങ്കിൽ കുറച്ചു നേരം നമുക്ക് സംശയ ദൂരീകരണം നടത്താം. ഓക്കെ തീർച്ചയായും. താങ്ക് യു സർ. വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇവന്റ് അല്ലെ, യോഗയെ ബേസ് ചെയ്തിട്ടുള്ള വളരെ ക്രിയാത്മകമായ ഒരു ഇവന്റ്. എനിക്ക് തോന്നുന്നത് ന്യൂ സ്പോർട്സ് ഇവന്റ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ചാണ് ഷാൻമോനോട് സംസാരിച്ചത്. തീർച്ചയായിട്ടും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് തന്നെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് മാനസിക ശാരീരികമായ ആരോഗ്യത്തിന് യോഗ തരുന്ന സംഭാവന അത് ഒരിക്കലെങ്കിലും യോഗ ചെയ്യുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രത്യേകമായ രീതിയിലൊരു പണത്തിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ച് ഉണ്ടെങ്കിൽ വളരെ കൃത്യതയോടെ നമുക്ക് നമ്മുടെ ശരീരത്തിന് മാനസികവും ശാരീരികവും ഒരു പരിധി വരെ ആത്മീയവുമായ തലത്തിൽ വളരെയധികം ഗുണകരമായ അനുഭവങ്ങളാണ് യോഗയിലൂടെ ലഭിക്കുന്നത്. അപ്പൊ അതിനെ ഒരു ഇന്റർനാഷണൽ ഇവന്റ് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് യോഗാസന സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളോട് സംസാരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ചെയ്യാം. എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം ഒരു പക്ഷേ ഇതിനകത്ത് വരുന്നുണ്ടാകാം. അപ്പോൾ ഇതൊരു പുതിയ സ്പോർട്സ് ഇവന്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ സ്കൂള് അങ്ങനെയുള്ള തലങ്ങളിലൊക്കെ ഓൾറെഡി സ്കൂളിലൊക്കെ ഇത് അംഗീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇതിന്റെ ആ പ്രൊസീജിയർ എന്തായിരിക്കും മുന്നോട്ട് പോകാനുള്ളത്? ഏത് ലെവലിൽ നിന്ന് ആകാം? അതോ ചെറുപ്പം മുതലേ നമുക്ക് അതിന്റെ എൻട്രി ആവശ്യമുണ്ടോ? അതോ അംഗീകൃതമായ ഒരു ട്രെയിനറിൽ നിന്ന് ലഭിക്കുന്ന യോഗയുടെ പരിശീലനത്തിലൂടെ നമുക്ക് ഈ പറയുന്ന രീതിയിലേക്ക് പോകാൻ പറ്റും? എന്തായിരിക്കും ഇതിനെ കുറിച്ചൊന്ന് പറയാനുള്ളത്? നമുക്ക് ഏജ് കാറ്റഗറി ഉണ്ട്, സബ് സാറ് പറയുന്നത് പോലെ. നമുക്ക് ഇവന്റ്സും ഉണ്ട്, ഇവന്റ് കാറ്റഗറി ഉണ്ട്, ഏജ് കാറ്റഗറി ഉണ്ട്. മത്സരത്തിൽ ഇവന്റ് കാറ്റഗറി എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയാം, ഇന്ത്യയിൽ ഇന്ന് ഇവന്റുകൾ നടത്തുന്നത് 5 കാറ്റഗറി മസ്റ്റ് ആയിട്ടും നമുക്ക് ഇന്ത്യയിൽ ചാമ്പ്യൻഷിപ്പ് നടത്തണം. അതിൽ ഒന്ന് ട്രഡീഷണൽ യോഗാസന എന്ന് പറയും. ട്രഡീഷണൽ യോഗാസന ആ പേരിൽ തന്നെയുണ്ട്, ട്രഡീഷണൽ ആയിട്ട് ആസനങ്ങൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ട്രഡീഷണൽ യോഗാസന. രണ്ടാമത് ആർട്ടിസ്റ്റിക് യോഗാസന ഉണ്ട്. ആർട്ടിസ്റ്റിക് എന്ന് പറയുന്നത് യോഗാസന വിത്ത് മ്യൂസിക്കിനോട് കൂടി സ്റ്റെപ്പുകൾ ചെയ്തിട്ട് നമുക്ക് മത്സരങ്ങൾ നടത്താം. ആർട്ടിസ്റ്റിക്കിൽ തന്നെ സിംഗിൾ പെർഫോമൻസും ഉണ്ട്, പെയർ പെർഫോമൻസും ഉണ്ട്. ഒരു കുട്ടിക്ക് ഒറ്റയ്ക്കും ചെയ്യാം, അല്ലെങ്കിൽ 2 പേരുമായിട്ട് ചെയ്യാം, പെയർ പെർഫോമൻസ് ആണ്. പിന്നെയുള്ളത് റിതമിക് പെയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് 2 കുട്ടികളും ഒരേ സമയം ഒരേ ആസന വെച്ച് ഡാൻസ് പെർഫോമൻസ് ചെയ്യണം.
ആർട്ടിസ്റ്റിക്കും റിതമിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിക്കിൽ രണ്ടുപേര് ചെയ്യുന്ന പെർഫോമൻസ് ഒരേ ആസനങ്ങൾ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റില്ല, അത് മാറി മാറി ചെയ്യണം. റിതമിക്കിൽ ഒരേ ആസനങ്ങൾ വളരെ പെർഫെക്ഷനോടെ സിങ്ക്രണൈസ്ഡ് ആയിട്ട് കുട്ടികൾ വിത്ത് മ്യൂസിക് നമുക്ക് പെർഫോം ചെയ്യാം. അതാണ് റിതമിക് പെയർ. പിന്നീടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ഇവന്റാണ് ആർട്ടിസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 5 കുട്ടികൾ അടങ്ങുന്ന ഒരു മത്സരം, 5 കുട്ടികൾ വിത്ത് മ്യൂസിക്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ ഒരു വലിയൊരു സിലബസ് ആണുള്ളത്. ഞാൻ വളരെ ചുരുക്കിയിട്ട് പറഞ്ഞുതരാം. 5 കുട്ടികൾ ചേർന്ന് വിത്ത് മ്യൂസിക് പെർഫോം ചെയ്യാം. അതിനൊക്കെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് മാർക്കിംഗ് സിസ്റ്റത്തിൽ. ഓരോരോ പാർട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റീവ് മാർക്കിംഗ് സിസ്റ്റം. ഇനി വരാൻ പോകുന്നത് AI ഇന്റഗ്രേറ്റഡ് മാർക്കിംഗ് സിസ്റ്റം കൂടിയാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം പോകുന്നത്. ഈ മാർക്കിംഗ് മുഴുവൻ സോഫ്റ്റ്വെയർ വഴിയാണ് മാർക്ക് ചെയ്യുന്നത്. മാനുവലി മാർക്കിംഗ് സിസ്റ്റം ഇല്ല, കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ വഴി നമ്മുടെ ജഡ്ജസ് സോഫ്റ്റ്വെയർ വഴി മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഏജ് ഗ്രൂപ്പ്, സാബു സാർ പറഞ്ഞ പോലെ എല്ലാവർക്കും മത്സരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. ഏജ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, സീനിയറിൽ തന്നെ സീനിയർ A കാറ്റഗറി, B കാറ്റഗറി, സീനിയർ C കാറ്റഗറി. തുടക്കം ഉള്ള ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 വയസ്സിന് മുകളിലാണ്. അങ്ങനെ 55 വയസ്സ് വരെയുള്ള ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടും. 10 വയസ്സ് മുതൽ 55 വയസ്സ് വരെ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, സീനിയർ A, സീനിയർ B, സീനിയർ C കാറ്റഗറി വഴി മത്സരങ്ങൾ നടത്താം. ജില്ലാതല മത്സരങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കൂൾ തലങ്ങളിലൊക്കെ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. സ്കൂൾ തലങ്ങളിലും വ്യക്തിഗത മത്സരങ്ങൾ, ഇപ്പം ആരെങ്കിലുമൊക്കെ പേഴ്സണൽ കോച്ചിങ് ഒക്കെ പേഴ്സണൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പോയിട്ട് പഠിച്ച് ഇതിനകത്തേക്ക് മത്സരത്തിലോട്ട് വരാവുന്നതാണ്. സ്കൂളുകളിൽ നിന്ന് വിടുന്നവരുമുണ്ട്, ഇൻഡിവിജ്വലി വന്ന് മത്സരിക്കുന്നവരുമുണ്ട്. ഇതിനകത്ത് ആദ്യത്തെ പടി എന്ന് പറയുന്നത് ജില്ലാ തലത്തിൽ നടക്കുന്ന ജില്ലാ സ്പോർട്സ് അസോസിയേഷൻ നടത്തുന്ന മത്സരങ്ങളിൽ വിന്നർ ആവുക എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് സ്കൂളുകളിൽ നിന്നായിക്കോട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിക്കോട്ടെ സ്വന്തം താല്പര്യപ്രകാരം അവർക്ക് വന്ന് ഓപ്പൺ ആണ്, രജിസ്ട്രേഷൻ ആർക്കും രജിസ്റ്റർ ചെയ്യാം. അതിനകത്ത് പ്രത്യേകമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വഴിയോ സ്കൂളിൽ നിന്ന് വഴിയോ ഒന്നുമില്ല, ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ നടത്തി നമുക്ക് മത്സരിക്കാവുന്നതാണ്. അങ്ങനെ ജില്ലാ മത്സരം കഴിഞ്ഞ് സ്റ്റേറ്റിൽ വിന്നറാവുക, സ്റ്റേറ്റിൽ നിന്ന് നാഷണലിലോട്ട് പോകും. കൂടാതെ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SGFI എന്ന് പറയുന്നത് CBSE സ്കൂളിൽ NCERT സ്കൂളിലൊക്കെ നടത്തുന്ന മത്സരങ്ങളിൽ നിന്ന് വിജയികളാവുന്നവർ പോകുന്ന ഒരു മത്സരമുണ്ട് SGFI. അത് ഇതിന് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടവർ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ മനസ്സിലാവുമായിരിക്കും. SGFI നടത്തുന്ന മത്സരങ്ങളിൽ യോഗാസന മത്സരം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഞങ്ങളുടെ ബോഡിയാണ്. പിന്നെ ഇന്നിപ്പോൾ കേന്ദ്രീയ വിദ്യാലയ പോലെയുള്ള സ്കൂളുകൾ നടത്തുന്ന അവരുടെ സ്കൂളുകളിൽ തന്നെ ഇന്ന് മത്സരങ്ങൾ നടത്തുന്നുണ്ട്. അതും കൺട്രോൾ ചെയ്യുന്നത് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു സർ. യെസ്, തീർച്ചയായും. അപ്പൊ നമ്മള് ജോലിയുടെ കാര്യം പറഞ്ഞല്ലോ, ചില പ്രത്യേക വകുപ്പുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലികൾ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനത്തെ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ സ്റ്റേറ്റ്, ജില്ലാതലം, ഡിസ്ട്രിക്ട് തലത്തിന്റെ ആവശ്യമില്ലാതെ ഓരോ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്ത് മതിയായിരിക്കും അല്ലെ? നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ സ്പോർട്സ് കോട്ടയിൽ ഇന്ന് നോർമലി സ്പോർട്സ് കോട്ടയിൽ സർക്കാരിന്റെ സർക്കുലർ വഴി അവർ ഇറക്കിയിട്ടുണ്ട് ഏതൊക്കെ സ്പോർട്സിൽ വിന്നർ ആയാൽ ഏതൊക്കെ ജോലി കിട്ടുന്നു. അപ്പൊ അതിന്റെ മാനദണ്ഡത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ഇറക്കിയ മാനദണ്ഡ പ്രകാരം ഞാൻ അതാണ് എടുത്തു പറഞ്ഞത്. ഇന്ന് നമുക്ക് ജോലി കിട്ടിയിരിക്കുന്നത് കുട്ടികൾക്ക്, അതായത് ഇതുപോലെയുള്ള മത്സരങ്ങളിൽ വിജയിച്ച് നാഷണൽ വിന്നർ ആയിട്ടുള്ളവർക്ക് ഇന്ന് ITBPയിലും കൂടാതെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലും റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലും ഡിഗ്രി കഴിഞ്ഞിട്ട്, അതായത് മിനിമം ഇത് ഉണ്ടായിരിക്കണം. ഡിഗ്രി കഴിഞ്ഞ് നോർമലി എക്സാം ഒക്കെ എഴുതിയിട്ട് വേണമല്ലോ കിട്ടാൻ. UPSCയോ PSCയോ ഒക്കെ എഴുതിയാൽ മാത്രമല്ലേ ഗവൺമെന്റ് സർവീസിലേക്ക് കിട്ടുള്ളൂ. അതൊന്നും എഴുതാതെ ആ ബേസ് ക്വാളിഫിക്കേഷൻ പ്ലസ് നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാം ഒന്നും എഴുതാതെ തന്നെ ഈ സ്പോർട്സ് കോട്ട വഴി അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി ഗവൺമെന്റ് കൊടുക്കുന്നതായിരിക്കും. നാഷണൽ ഗെയിംസിൽ വിന്നർ ആയിട്ടിരിക്കുന്ന, ഹരിയാനയിൽ വിന്നർ ആയിരിക്കുന്ന കുട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗോവയിൽ വെച്ചിട്ടായിരുന്നു നാഷണൽ ഗെയിംസ് നടത്തിയത്. എനിക്ക് അതിനകത്ത് പങ്കെടുക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ടെക്നിക്കൽ ഒഫീഷ്യൽ എന്നുള്ള രീതിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഹരിയാനയിലുള്ള വിന്നർ ആയിട്ടുള്ള കുട്ടിക്ക് ഹരിയാന സർക്കാർ കൊടുത്ത ക്യാഷ് അവാർഡ് എന്ന് പറയുന്നത് 10 lakh rupees ആണ്. ഗോവൻ ഗവൺമെന്റ് 5 ലക്ഷം രൂപ കൊടുത്തു, ഹരിയാന ഗവൺമെന്റ് 10 lakhs rupees കൊടുത്തു. ആ കുട്ടിക്ക് ഗ്രാജുവേഷൻ കഴിയുന്ന മുറക്ക്
അവരുടെ സർക്കാരിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിലും ജോലി എടുക്കാനുള്ള വാഗ്ദാനവും സർക്കാർ കൊടുത്തിരിക്കുകയാണ്. അവരോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിലും അവരുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞാലുടനെ, ആ കുട്ടിയുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞാലുടനെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിലും ജോലി കൊടുക്കാനുള്ള ഒരു ഇൻഡിമേഷനും കൂടെ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ വളരെ നന്നായിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കേരളത്തിൽ ഇത്രയധികം പ്രൊമോഷൻ വന്നിട്ടില്ല, പക്ഷെ താമസിയാതെ കേരളത്തിലും ഇതുപോലെയുള്ള പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ പോലെയുള്ള വളരെ ശക്തമായ ടീമുകൾ ഇതിന്റെ പുറകിൽ തന്നെയുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മളെ ഒരു ഇന്റർനാഷണൽ ലെവലില് ഒരു സ്പോർട്സ് ഇവന്റ് ആയിട്ട് യോഗയുടെ ഒരു പാർട്ട് കൃത്യമായിട്ട് മൂവ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും വളരെയധികം പ്രത്യേകിച്ച് ഇന്ത്യയുടെ പൈതൃകം അല്ലെ ഭാരതത്തിന്റെ പൈതൃകം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ വെച്ച് ചിന്തിക്കുമ്പോൾ പോലും ഒത്തിരി മാനങ്ങളും ഒത്തിരി അർത്ഥങ്ങളും അതിനകത്തുണ്ട്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ ശോഭനജി ചോദിക്കും. ഓക്കെ, താങ്ക് യു ഷാബു സാർ. എനിക്കൊരു സംശയം, നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായും സ്കൂൾ കരിക്കുലത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ ഹാപ്പി ന്യൂസ് പറയാം. കഴിഞ്ഞ തവണ CBSE ഡയറക്ടർ ബോർഡുമായിട്ട് ഡൽഹിയിൽ നമ്മുടെ സെക്രട്ടറി ജനറൽ ഉണ്ടായിരുന്ന ചർച്ചയിൽ +1 +2 അതിനകത്ത് കമ്പ്യൂട്ടർ സയൻസും ബാക്കിയുള്ള വിഷയം പോലെ യോഗ മെയിൻ സബ്ജക്ട് +2 ഇൻ യോഗ എന്ന് പറഞ്ഞ ഒരു വിഭാഗം തന്നെ നമ്മളിപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. +2 ഇൻ യോഗ എന്ന് പറഞ്ഞിട്ട്. കൂടാതെ സിലബസിൽ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ CBSE ആയിക്കോട്ടെ ഇതിലൊക്കെ യോഗയെക്കുറിച്ച് യോഗ ഒരു പാഠ്യ വിഷയമായിട്ടും ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സിലബസിലും ഉണ്ട്. ഉണ്ട്. ഇത് നമ്മുടെ കേരള സ്പോർട്സ് അസോസിയേഷനുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഞങ്ങളുടെയാണ്. ഒന്നുകൂടെ പറയും, ഇതൊക്കെ ഇതിനാണ് ക്ലാരിഫിക്കേഷൻ ഞാൻ ഒന്നുകൂടെ തരാം. യോഗാസനാസ് ഇതിനകത്ത് ഒരുപാട് കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് ഓർഗനൈസേഷൻ കഴിഞ്ഞ 46 വർഷമായിട്ട് നടക്കുന്നുണ്ട്, മത്സരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലത് ഏതാണോ ചീത്ത ഏതാണോ എന്ന് തിരിച്ചറിയാനുള്ള കാരണം ഒരുപാട് കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഇതിനിടയിൽ. ഏത് അസോസിയേഷനായിട്ട് മത്സരിക്കണം, ഏതിലോട്ട് പോയാൽ എങ്ങോട്ട് എത്തുന്നുള്ള ധാരണ ഇപ്പോഴും കുട്ടികൾക്കില്ല. അതിന്റെ പ്രൊമോഷൻസ് ഞങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിലബസ് പഠിപ്പിക്കുകയും അസോസിയേഷൻ എന്താണെന്ന്. ഇന്ന് കേരളത്തിൽ നിലവിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകരിച്ച അസോസിയേഷൻ എന്ന് പറയുന്നത് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയാണ്. അതിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ഞാൻ. ഇത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് അംഗീകാരമുള്ളതാണ്. കേരള ഒളിമ്പിക് അസോസിയേഷനുമായിട്ട് നമുക്ക് അംഗീകാരമുണ്ട്. ഒരു കുട്ടിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ആദ്യം ഡിസ്ട്രിക്ട് ലെവലിൽ മത്സരിക്കണം. തീർച്ചയായും. സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രങ്ങളിലും അനൗൺസ്മെന്റ് നടത്തും. മത്സരങ്ങൾ നടത്തുന്ന സമയത്ത് ആ സമയങ്ങളിൽ കോണ്ടാക്ട് നമ്പറും പത്രമാധ്യമങ്ങളിൽ കൊടുക്കും. കൂടാതെ 14 ജില്ലകളിലും നമ്മൾ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്, ജില്ലാ കമ്മിറ്റികൾ. അതുവഴിയുള്ള പ്രൊമോഷൻസും നടക്കുന്നതായിരിക്കും. കോട്ടയം ജില്ലയിലുള്ള കമ്മിറ്റി കുറച്ച് വീക്കാണ്. അത് ഞങ്ങൾ ഒന്നുകൂടെ റീവർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ബന്ധപ്പെടാനുള്ള കുട്ടികൾക്ക് ഡയറക്റ്റ് ആ നമ്പറിൽ നമ്മൾ എപ്പോഴാണോ മത്സരങ്ങൾ നടത്തുന്നത് ആ സമയത്തുള്ള പ്രൊമോഷൻസിൽ കൊടുക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കേൾക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരാം. സംസ്ഥാന സെക്രട്ടറി ആയിട്ട് നിങ്ങൾക്ക് 24/7 ബന്ധപ്പെടാം. ഈ ഡിസ്ട്രിക്ട് ലെവലിൽ മത്സരിക്കാൻ ഒരു കുട്ടിക്ക് ഏതൊക്കെ മാനദണ്ഡമാണ്? ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റഗറി വൈസ് കുട്ടി ഏതിലാണോ പെർഫോം ചെയ്യുന്നത്, നമ്മുടെ സിലബസ് എല്ലാം ഓപ്പൺ ആണ്. www.yogasanasport.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമ്മുടെ കംപ്ലീറ്റ് സിലബസ് കൊടുത്തിട്ടുണ്ട്. ആ സിലബസ് കുട്ടി പ്രാക്ടീസ് ചെയ്തിട്ട് ഏതിനകത്താണോ കുട്ടിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, ഞാൻ പറഞ്ഞ 5 കാറ്റഗറി ഉണ്ട്. ഏത് കാറ്റഗറിയിലാണ് ആ കുട്ടി വരുന്നത്, ഏജ് കാറ്റഗറി ഏതാണ്, കുട്ടിക്ക് പറ്റുന്ന ഇവന്റ് ഏതാ എന്നുള്ളത് നോക്കിയിട്ട് ആ കുട്ടിക്ക് മത്സരിക്കാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രെയിനിങ്ങുകൾ ഇപ്പൊ നടക്കുന്നുണ്ടോ? യോഗാസന കേരള എന്ന് പറയുന്ന അസോസിയേഷന്റെ പാർട്ടായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ് ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പൂൾ ഓഫ് ജഡ്ജസ്, നേരത്തെ ഞാൻ എന്നും പല മീറ്റിങ്ങിലും പറയാറുണ്ട്. പിന്നെ പത്തായത്തിൽ നെല്ല് നിറച്ചാൽ എലി മൂന്നാറിൽ വരുന്നു പറഞ്ഞ പോലെ യോഗാസന സ്പോർട്സ് കുട്ടികളിലേക്ക് എത്തുന്നതിനേക്കാളും മുന്നേ യോഗ ടീച്ചേഴ്സിനെയും യോഗ കോച്ചസിനെയും യോഗ ജഡ്ജസിനെയും ഡെവലപ്പ് ചെയ്ത് അവരിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പം മത്സരം നിയന്ത്രിക്കാനായിട്ട് 190ഓളം പേര് വരുന്ന സ്റ്റേറ്റ് ജഡ്ജസ്മാർ ഇന്നുണ്ട്.
അതുപോലെ 14 ജില്ലകളിലും ജില്ലാ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ജില്ലാ ജഡ്ജസിനെ വാർത്തെടുക്കുവാനുള്ള ട്രെയിനിങ്ങുകൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 8ഓളം ജില്ലകളിൽ അത് കണ്ടക്ട് ചെയ്തു. കോട്ടയത്ത് വളരെ പെട്ടെന്ന് തന്നെ ജില്ലാ ജഡ്ജസ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് കംപ്ലീറ്റ് നമ്മുടെ സിലബസും പഠിപ്പിച്ചു കൊടുക്കും. എങ്ങനെയാണ് മാർക്കിംഗ് സിസ്റ്റം എന്നുള്ളതിനെ കുറിച്ചും കംപ്ലീറ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ള യോഗ റിലേറ്റഡ് ആൾക്കാർക്ക് ആർക്കും ഇതിനകത്ത് പങ്കെടുക്കാം. ഇതിനകത്ത് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ 12th വെച്ചിട്ടുണ്ട്. 1 year എങ്കിലും മിനിമം യോഗയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ആസനങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവണം. പിന്നെ കമ്പ്യൂട്ടർ നോളജ് 12th വെച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ള ഇതിലാണ്. കാരണം ഇതെല്ലാം ഇനി സോഫ്റ്റ്വെയർ വഴിയാണ് നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം കംപ്ലീറ്റ് പോകുന്നത്. ജില്ലാ ജഡ്ജസ് ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാർ ഞങ്ങൾ എയിം ചെയ്യുന്നത് അവരും ഒളിമ്പിക്സിലോട്ട് ഇരിക്കാൻ തക്ക പ്രാപ്തിയുള്ളവരാവണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജില്ലാ ജഡ്ജസ് ട്രെയിനിങ് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ട്രെയിനിങ് പങ്കെടുക്കാം. അത് കഴിഞ്ഞാൽ പഞ്ചാബിൽ വെച്ച് നടക്കുന്ന നാഷണൽ ട്രെയിനിങ് നടത്താം. അതിൽ നിന്ന് സെലക്ട് ആവുന്നവരെ വേൾഡ് ജഡ്ജസ്, വേൾഡ് യോഗാസന ജഡ്ജസ് ആക്കിയിട്ട് മാറ്റുകയും ചെയ്യും. ഏജ് ലിമിറ്റ് ഉണ്ടോ ഇതിനിപ്പം? മിനിമം ഏജ് 21 years ആണ് വെച്ചിരിക്കുന്നത്. അപ്പർ കാറ്റഗറി ഇന്ന് നിശ്ചയിച്ചിട്ടില്ല. അത് പിന്നെ അവരുടെ പ്രിസിഷൻ എങ്ങനെയാണ് ഒരു യോഗാസന ജഡ്ജ് ആവാനുള്ള മാനസികപരമായിട്ടുള്ള പിന്നെ ഇതുണ്ടോ എന്നുള്ളത് ഒരു 1-to-1 ഇന്റർവ്യൂ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ എവിടെയെങ്കിലും ഇതുണ്ടോ? കുട്ടികൾക്ക് അതായത് ഇന്ന് ഒരുപാട് നമ്മുടെ സിലബസ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അതത് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ നമ്മുടെ സിലബസ് എടുത്ത് പഠിച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സെലക്റ്റഡ് ആവുന്ന സ്റ്റേറ്റിലോട്ട് സെലക്റ്റഡ് ആവുന്ന കുട്ടികൾക്ക് നമ്മൾ ക്യാമ്പ് വെച്ച് സ്റ്റേറ്റ് ട്രെയിനിങ് കൊടുക്കും. കേരളത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞ 28ഓളം യോഗാസന നാഷണലി ക്വാളിഫൈഡ് യോഗാസന കോച്ചസ് ഉണ്ട്. അവർ നടത്തുന്ന ഇൻഡിവിജ്വൽ അവരുടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻഡിവിജ്വൽ ട്രെയിനിങ് അവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇങ്ങനെ പതുക്കെ പതുക്കെ എല്ലാ ട്രെയിനേഴ്സും യോഗാസന കോച്ചസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതുവഴി അവർക്കും ഒരു റവന്യൂ മോഡൽ എന്നുള്ള രീതിയിൽ അവർ കുട്ടികളെ പഠിപ്പിക്കുന്നതായിരിക്കും. കോട്ടയത്തുണ്ടോ സാറേ? കോട്ടയത്ത് ഇന്ന് ഇപ്പം തൽക്കാലമില്ല. എറണാകുളത്ത് ട്രെയിനേഴ്സ് ഉണ്ട്. കോട്ടയത്തും വളരെ പെട്ടെന്ന് കോട്ടയത്ത് ശ്രീജ എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ട്. നമ്മുടെ കോച്ചല്ല, പക്ഷേങ്കിൽ ആൾക്ക് നമ്മുടെ സിലബസിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എനി ഡൗട്ട്സ് എന്തെങ്കിലും കൂടുതൽ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ? തീർച്ചയായിട്ടും വളരെ ഗ്രാസ് റൂട്ട് ലെവലിലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അല്ലേ വളരെ ക്രിയാത്മകമായിട്ടുള്ള യോഗ പരിശീലനം അറിവുള്ളവർക്കൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എനിത്തിങ് എൽസ്? രമാവതി മാം. യെസ് സാറേ, നമസ്കാരം. നമസ്തേ. സാറ് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇഷ്ടായി. കാരണം സാബു സാറാണല്ലോ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തരുന്നത്. അപ്പം SRCയുടെ യോഗയുടെ ഡിപ്ലോമ കഴിഞ്ഞ് രമാവതി ഞാൻ ചോദിച്ചാൽ യോഗയുമായിട്ട് രമാവതിന് നല്ല ബന്ധമുണ്ട്. ഇപ്പൊ ഒരു യോഗ കോമ്പറ്റീഷൻ ഒക്കെ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ. ഈ വിഷയത്തെ കുറിച്ച് മാം കേട്ടിട്ടുണ്ടോ? ഇപ്പം ഷാമിൽ മൻ സാർ പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട് സാറേ. ഇപ്പൊ യോഗ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഒരു ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരം ഉണ്ടല്ലോ സാറേ. ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരം ഇപ്പൊ കാസർഗോഡ് ജില്ലയുടെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ 10 ദിവസം നമ്മുടെ സ്പോർട്സ് കൗൺസിൽ, സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ വക ഈ സമ്മർ വെക്കേഷന് കുട്ടികൾക്ക് 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് യോഗ കോച്ചിങ് നടത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോച്ചിങ് സെന്റർ അടുത്തടുത്തുള്ളതുകൊണ്ട് എനിക്ക് 8 കുട്ടികളുണ്ടായിരുന്നു. അവിടെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തിയത്. അതിൽ നിന്ന് 3 കുട്ടികളെ സെലക്ട് ചെയ്യും. വയസ്സ് 8 വയസ്സ് മുതലാണല്ലോ സാറേ. അപ്പൊ 8 വയസ്സുള്ള 8-നും 10-നും ഇടയിലുള്ള 2 കുട്ടികൾ, അതുപോലെ 10-നും 12 വയസ്സിനിടയിലുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവര് ഒരാഴ്ചയിൽ പഠിപ്പിച്ചിട്ട്
അത് ഓരോരോ കുട്ടിയും 10 ഐറ്റം ചെയ്യണമായിരുന്നു യോഗാസനങ്ങള്. പക്ഷെ നല്ല ഭംഗിയായിട്ട് ഒന്നും വിടാതെ കണ്ട് നല്ല രീതിയിൽ ചെയ്തു. പക്ഷെ ഞാൻ സമ്മാനങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ട് പോവാണ് കുട്ടികൾ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. കൂട്ടത്തിൽ ഞാനും ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചു. വെരി ഗുഡ്. അതില് 45 വയസ്സിന് മുകളിലുള്ളവരായതുകൊണ്ട് ഞാൻ കുറച്ച് ഏജ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞു ഞാൻ മത്സരിച്ചു എന്ന് മാത്രം. പക്ഷെ നമ്മളെ പോലുള്ള സീനിയർ സിറ്റിസന് അവസരം ഉണ്ടാക്കി തരണം. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരുപാട് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ ഒരുപാട് ജോലി സാധ്യത ഉള്ളതാണിത്. കാരണം ഇന്നിപ്പം യോഗ ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, സോറി സാർ, ഇവിടെ കറണ്ടിന്റെ ഒരു പ്രശ്നം, മരം വീണിട്ട് അവിടെ പൊട്ടിയിട്ട് നമ്മുടെ ഇൻവെർട്ടർ കഴിഞ്ഞപ്പോ ഞാൻ സംസാരിക്കുന്ന കേൾക്കാല. അപ്പം അങ്ങനെയാകുമ്പോ ഉണ്ടല്ലോ സാറേ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ പറയുന്നത് ഇപ്പം ഒരു പാഠ്യവിഷയമായിട്ട് ഇത് മാറ്റണമെന്നും അതുപോലെ തന്നെ സ്കൂളിൽ യോഗ ടീച്ചർമാരെ നിയമിക്കണമെന്നാണല്ലോ ഇപ്പോഴത്തെ അടുത്ത വർഷമൊക്കെ വരാൻ പോകുന്ന പറഞ്ഞത്. അങ്ങനെ പറയുമ്പോ സാധാരണ അധ്യാപകര് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷേ യോഗ അധ്യാപകരെ സംബന്ധിച്ചിട്ട് യോഗ പഠിപ്പിക്കുമ്പോൾ എനിക്കിപ്പോ ഈ പ്രശ്നങ്ങൾ എന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് മനസ്സിലായി ഒരു കുട്ടി കാലിന് ചെറിയൊരു പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ പാരന്റിനോട് പറഞ്ഞു ഇങ്ങനെ. അപ്പൊ പറഞ്ഞു മുമ്പേ ഉണ്ട്, എവിടെയെല്ലാം കാണിച്ചു, അത് ഓട്ടോമാറ്റിക്കലി ശരിയാവുന്നാ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ അധ്യാപകരെ സ്കൂളിൽ നിയമിക്കുമ്പോൾ യോജിക പ്രശ്നമായാലും കണ്ടുപിടിച്ചിട്ട് അന്നേരം തന്നെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സാറേ. കാരണം ചില കുട്ടികൾക്ക് കണ്ണിന്റെ പ്രശ്നമുണ്ട്, അതിന് യോഗാസനത്തിൽ നമ്മുടെ അങ്ങനെയുള്ള പ്രതിവിധികളുണ്ട്. അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞു തന്നെ വാസ്തവം. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റാത്ത ചാബല്യമുള്ള ഇതായിട്ടുള്ള കുട്ടികള് പ്രശ്നം വരുമ്പം ഒരാൾ വന്നിട്ട് ഈ പൊതി അവിടെ കൊടുത്തേക്കോന്ന് പറയുമ്പം എടുത്ത് കൊടുക്കുന്നു, അവരുടെ ആ നിഷ്കളങ്കതയാണ്. പക്ഷെ യോഗ പഠിച്ചിട്ട് ഇത് മനസ്സ് വന്ന് ഉറച്ചു കഴിഞ്ഞാല് പിന്നെ എന്ത് തന്നെ ആയാലും കുട്ടികൾ അതിലേക്ക് വഴിതെറ്റിപ്പോവാനോ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവില്ല സാറേ. തീർച്ചയായിട്ടും യോഗ മനസ്സിനും ശരീരത്തിനും നല്ല രീതിയിലാണ്. അപ്പൊ ഞാൻ പ്രാണായാമങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്, യോഗ കുറച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സാറിന്റെ ക്ലാസ് വളരെ നല്ല രീതിയിലാണ്. കാരണം ഞാൻ എംപ്ലോയ്മെന്റ് ഓഫീസർ ആയിരിക്കുമ്പോ സാറ് പറഞ്ഞ പോലെ നമ്മളെ ഓഫീസിൽ നീന്തൽ താരത്തിന് അവിടെ പോസ്റ്റ് ചെയ്തു സ്പോർട്സ് കോട്ടയില്. അപ്പൊ എല്ലാരും ചോദിക്കും നീന്തൽ പഠിച്ചാല് ജോലി കിട്ടുമെന്ന്. തീർച്ചയായിട്ടും ആ കുട്ടി നാഷണൽ വിന്നറാണ്, സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടി. അതുപോലെ ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ള ഇപ്പൊ NCC ചെയ്തിട്ട് അത് ബി സർട്ടിഫിക്കറ്റിന് എഴുതി കഴിഞ്ഞാല് C സർട്ടിഫിക്കറ്റ് എഴുതിയ കുട്ടികൾക്ക് എഞ്ചിനീയറിങ്ങിന് അവിടെ കോട്ടയുണ്ട്. ആ കോട്ടയിൽ ഇതായി കഴിഞ്ഞാല് അങ്ങനെ ജോലി കിട്ടും. മിലിറ്ററി ഓഫീസേഴ്സിന്റെ പോസ്റ്റിന് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 89 പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് 1-2 പരീക്ഷ എഴുതിയാല് അങ്ങനെയുള്ള റാങ്കിൽ കയറാം. ഒരുപാട് ഗുണങ്ങൾ കുട്ടികൾക്ക് ഇങ്ങനെ യോഗയായിട്ട് മറ്റു രീതിയിലൊക്കെ ഉണ്ട്. ശരിക്കും സാബു സാറ് ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനം ഉണ്ടല്ലോ സാറേ, അത് എത്ര പറഞ്ഞാലും എനിക്ക് വാക്കില്ല. അത്രയും നല്ല ഗുണമാണ് സാർ ചെയ്യുന്നത്. ഒരുപാട് ആൾക്ക് ഇതിന്റെ ഗുണം കിട്ടുന്നുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. രമാവതി മാഡം, നമ്മുടെ സിലബസ് www.yogasanassport.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമ്മുടെ സിലബസ് ഉണ്ടാവും. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് മുഴുവൻ കിട്ടും. ഓക്കെ, സാറിന്റെ നമ്പറും അതിലിടാൻ പറയണം സാർ. സാബു സാറിന്റെ ഇന്ന് കിട്ടുമല്ലോ? കിട്ടും. എന്തായാലും ഓക്കെ സാർ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ സാർ. താങ്ക് യു സാർ. ഓക്കെ, യേശുദാസ് സാർ കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്യൂ. കേൾക്കുന്നില്ല സാർ, അൺമ്യൂട്ട് ചെയ്യൂ. കേൾക്കുന്നില്ല, സൗണ്ട് ഇല്ല. ആ മൈക്കിന്റെ സിമ്പലില് ഒന്ന് പ്രസ് ചെയ്താൽ മൈക്ക് വീഡിയോ 2 സിമ്പൽ ഇല്ലേ ലെഫ്റ്റ് സൈഡിലായിട്ട്, അതിൽ ആ മൈക്കിന്റെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ. വരുന്നില്ല. ഗോകുമാർ സാർ എന്തെങ്കിലും പറയുന്നോ? ഗോകുമാർ സാർ പറയും. അൺമ്യൂട്ട്. ഗോകുമാർ സാറിന്റെ സൗണ്ട് വരുന്നില്ലല്ലോ.
യേശുദാസ് സാറിന് സൗണ്ട് ആയില്ല. മഴയുടെ പ്രശ്നമാണോ? കുമാർ സാറിന് സൗണ്ട് വരുന്നില്ലല്ലോ. കുമാർ സാർ ട്രിവാൻഡ്രമാണ്. സാറ് മർമ്മ വിദഗ്ധനാണ്. യോഗയൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. VSSCയിലെ എഞ്ചിനീയർ ആയിരുന്നു. റിട്ടയർമെന്റ് കഴിഞ്ഞ്. യേശുദാസ് സാറിന് സൗണ്ട് വരുന്നില്ല കേട്ടോ. സൗണ്ട് കേൾക്കുന്നില്ല. സൗണ്ട് വരുന്നില്ല. എന്തോ പ്രശ്നം. അൺമ്യൂട്ട് ആയിട്ടില്ല. ഒത്തിരി കാലം കൂടിയാവുന്നു വന്ന, പക്ഷെ സൗണ്ട് വരുന്നില്ലല്ലോ. ലെഫ്റ്റ് സൈഡിലെ ഒരു സൗണ്ടിന്റെ ഒരു അത് ഞാൻ പറഞ്ഞാലും കേൾക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടോ? കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ അടുത്ത്? അതെ, കുട്ടികളാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടത്. കുട്ടികളാരും ഇല്ല അല്ലേ? റോയ് സാർ കേൾക്കുന്നുണ്ടോ? സതി മാം, സലീം സാർ, നാഷ്, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയാം. രമേശ് സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യാമോ? സാറേ, ഞാൻ സലീമാണേ സാറേ. സാറേ, വയനാട് ജില്ലയില് ഈ യോഗാസന സ്പോർട്സിന്റെ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഉണ്ടോ? വയനാട് ജില്ലയിലുണ്ട്. യോഗാസന വയനാട് എന്നുള്ള പേരിൽ അവിടെ യോഗാസന ജില്ലാ ഒളിമ്പിക് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഘടന അവിടെയുണ്ട്. ജ്യോതിഷ് CB എന്ന് പറഞ്ഞ ആളാണ് അവിടുത്തെ സെക്രട്ടറി. ഞാൻ നമ്പർ തരാം, ബന്ധപ്പെട്ടോളൂ. അപ്പോൾ എന്റെ നമ്പർ സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ, സാബു സാറിന്റെ കയ്യിൽ നിന്ന്. ഞാൻ അപ്പൊ നമ്പർ ഞാൻ വിളിക്കാം സാറേ. ഓക്കെ. ആയിക്കോട്ടെ. ഓക്കെ, വേറെ യേശുദാസ് സാർ രക്ഷയില്ലല്ലോ. രമേന്ദ്ര സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യും. സാറേ ഒരു ഡൗട്ട്, ഒളിമ്പ്യാഡിന് ഇപ്രാവശ്യം മത്സരിക്കാൻ പറ്റുമോ സാറേ? ആർക്ക് മത്സരിക്കാൻ പറ്റുമോ? ഒളിമ്പ്യാഡിന് ഇപ്രാവശ്യം സ്പോർട്സ് യോഗന്റെ ആയിട്ട് മാഡത്തിന് മത്സരിക്കാൻ പറ്റുമെന്നാണോ? അല്ല, കുട്ടികൾക്ക് ഒളിമ്പ്യാഡ്, ഇപ്രാവശ്യത്തെ ഒളിമ്പ്യാഡ് യോഗാസന മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് അല്ല ഒളിമ്പ്യാഡ് ഇപ്രാവശ്യത്തെ നടത്തുന്നത്. ഞങ്ങളുടെ ഓർഗനൈസേഷൻ അല്ല, സെൻട്രൽ ഗവൺമെന്റ് അല്ല അത് നടത്തുന്നത്. ഞാൻ പറഞ്ഞില്ലേ, 46ഓളം വരുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഈ രാജ്യത്തുണ്ട്. അതിലൊരു ഓർഗനൈസേഷനാണ് ഒളിമ്പ്യാഡ് നടത്തുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ നടത്തുന്ന മത്സരങ്ങളെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ കീഴിൽ വരുന്ന ഇന്ത്യയിലെ ഏക സംഘടനയാണ് യോഗാസന ഭാരത്. ഞങ്ങളിലൂടെ വഴിയാണ് സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന, ഇപ്പൊ സ്കൂൾ ഗെയിംസ് ആയിക്കോട്ടെ, SGFI സ്കൂൾ ഗെയിംസിന്റെ ഏറ്റവും വലിയ ഇവന്റ് ആണ് സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന മത്സരങ്ങൾ. അത് കൺട്രോൾ ചെയ്യുന്നത് ഞങ്ങളാണ്. ഖേലോ ഇന്ത്യ മത്സരങ്ങളിലേക്ക് പോവാൻ കുട്ടികൾക്ക് പറ്റുന്നത് നമ്മളിലൂടെയാണ്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ വിമൻസ് ലീഗ്, കൂടാതെ നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാൻ പറ്റുന്നത് നമ്മുടെ മത്സരങ്ങളിലൂടെ മാത്രമാണ്. അപ്പൊ മറ്റു ഓർഗനൈസേഷനിലൂടെ പോയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കൂ. അതിലൊക്കെ നിങ്ങൾക്ക് മത്സരിക്കാം. കൂടാതെ ഇതിലും മത്സരിച്ചാൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ വിശദീകരിക്കുന്നത്. വെബ്സൈറ്റ് ഒന്ന് പറയാം. www.yogasanasports.in അല്ലെങ്കിൽ എന്നെ ബന്ധപ്പെട്ട ഞാൻ ആ ലിങ്ക് അയച്ചു തരാം കേട്ടോ. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ അയച്ചു തരാം. ഓക്കെ സാർ, താങ്ക് യു. സാറിന്റെ ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് പറയാമോ? 70-124-33-660. സലീം സാർ അത് ഗ്രൂപ്പിൽ, നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാവല്ലോ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. സോറി, സലീം സാർ, സാബു സാർ. ഓക്കെ സാർ. 124-33-660. 33-660. ഓക്കെ, താങ്ക് യു സാർ. ശരി, വെൽക്കം. ഓക്കെ, രാമേന്ദ്ര സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യൂ. സാറേ, ഇപ്പൊ ഒരു സംശയങ്ങൾ, ഇപ്പൊ നമുക്കിപ്പം സാർ ഇപ്പൊ കോട്ടയത്ത് അധികം താമസിക്കാതെ ഒരു ജഡ്ജസ് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടോ, അതെങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്? ജഡ്ജസ് ട്രെയിനിങ്ങിനുള്ള ലിങ്കുകൾ ഞാനതൊരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഞാനത് ആ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാം, ആർക്കൊക്കെ താല്പര്യമുള്ളവരെന്നുള്ള ആ ഗൂഗിൾ ഫോം ലിങ്ക് ഞാൻ അയച്ചോളൂ.
അത് എന്നെ നമ്മൾ ഈ പറഞ്ഞ അത് വെബ്സൈറ്റ് വെബ്സൈറ്റിലല്ല, അത് ഞങ്ങൾ തന്നെ സ്റ്റേറ്റ് ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് നടത്തുന്ന പ്രോഗ്രാം. അപ്പൊ അതിനകത്ത് നമുക്ക് അത് എങ്ങനെ ചെയ്യണം? സാറിനെ തന്നെ വിളിക്കണം അല്ലേ? അതെ 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 അതിന്റെ ഡീറ്റെയിൽസ് കിട്ടണേ. അതെ ഷാമിൽജി, സത്യത്തിൽ ഇതൊരു വലിയ ചലഞ്ചാണ് ഇപ്പൊ അല്ലെ? ശരിക്കും ഈ അതെ അതെ 145 ഓർഗനൈസേഷനിൽ നിന്ന് ഈ പറയുന്ന ഹൈറാർക്കി എല്ലാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മെറിറ്റ് പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഡെവലപ്പ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ റിയലി ഇതൊരു ചലഞ്ചാണ്. അതെ അപ്പം അതെ തീർച്ചയായിട്ടും ആ ചലഞ്ച് ഏറ്റെടുക്കാനുള്ള എല്ലാ ആശംസകളും നേരെയാണ്. രാമേന്ദ്രൻ സാർ, കൺക്ലൂഡ് ചെയ്യും. താങ്ക് യു സോ മച്ച്. ഇല്ല, കൺക്ലൂഷനായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്ന ഇതിനകത്ത് പ്രത്യേകിച്ച് ഏതാണ്ടൊരു നല്ലൊരു ധാരണ, ബേസിക് ആയിട്ടുള്ള അത്യാവശ്യമുള്ള ധാരണകൾക്ക് ഇത് കേട്ടോണ്ടിരുന്നവർക്കും, പിന്നീട് നമ്മളിപ്പോ റെക്കോർഡിനകത്ത് വിടുന്നുണ്ടല്ലോ, റെക്കോർഡ് ചെയ്തിട്ട് വേറെ നമ്മൾ യൂട്യൂബിലേക്ക് വിടുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ ആയിട്ടും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എവിടെയെങ്കിലും ഇതിനെക്കുറിച്ചൊരു ധാരണ വേണം എന്നുള്ളവർക്ക് നമുക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, റെഫർ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ അത് ഷാമിൽ സാർ വളരെ ഭംഗിയായിട്ട് ഡീറ്റെയിൽഡ് ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി കൂടുതലായിട്ട് ഏതെങ്കിലും ഡീറ്റെയിൽസ് ഇതിനകത്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ, എനിക്ക് മനസ്സിലായത് എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പൊതുജനം എന്ന നിലയിൽ നമുക്ക് 2-3 തലങ്ങളിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടാം. യോഗാസന സ്പോർട്സുമായിട്ട് ഒരു മത്സരാർത്ഥിയായിട്ട് നമുക്ക് ഇതിനകത്ത് യോഗാസന നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഏജ് വൈസ് ഉള്ള ബാറിൽപ്പെട്ട ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇത് വയസ്സായ ആൾക്കാർക്കാണെങ്കിൽ പോലും പങ്കെടുക്കാം, കുട്ടികളുടെ പോലെ തന്നെ. പിന്നെ നമ്മൾ അതിന്റെ ഒരു കോച്ചസ് എന്ന നിലയിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അതിന്റെ ഒരു ജഡ്ജസ് എന്ന നിലയിൽ അല്ലേ സാറേ, നമുക്കൊരു 2-3 തലങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ താല്പര്യമുള്ളവര് വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ സാറുമായിട്ട് ബന്ധപ്പെടുക. അപ്പൊ അതിന്റെ ഓർഗനൈസേഷനിൽ തന്നെയാണെങ്കിൽ ഇപ്പൊ യോഗാസന ഇവിടെ യോഗ പഠിപ്പിക്കുന്നതായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചാണെങ്കിലും കോച്ചസിലായിട്ട് മാറുകയാണെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള ബോധത്തിലുള്ള ഒരു ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ അവർക്കൊരു കരിയർ പ്രോസ്പെക്ടസ് ഉണ്ട്. അപ്പൊ ഇതൊരു വലിയൊരു വിശാലമായി നമ്മൾ ഓരോ പ്രൊജക്റ്റും വരുമ്പോൾ അതിന്റെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ ജോലിയും മറ്റു ആൾക്കാർക്ക് കിട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വലിയൊരു വിശാലമായ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടാകാനുള്ള ധാരാളം ആൾക്കാർക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രയോജനങ്ങൾ കിട്ടുകയും ചെയ്യും സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളില്. മത്സരവും നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ ഒളിമ്പിക് എന്നുള്ള പറഞ്ഞ ആ ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ യാത്രയില് നമുക്കിങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കിട്ടുന്ന ബെനിഫിറ്റ്സ് ധാരാളം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ എനിക്ക് കുറെയൊക്കെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഒരു പിന്നെ നമ്മളെപ്പോഴും എങ്ങാണ്ട് എനർജിക് ആയിട്ട് നിർത്താൻ വേണ്ടി ഇങ്ങനെയുള്ള ഇതുമായിട്ട് പ്രസ്ഥാനമായിട്ടൊക്കെ ചേരുന്നതും എപ്പോഴും പിന്നെ സാറിനെ പോലുള്ള ആൾക്കാർക്ക് കൂടെ അസോസിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്. അതിപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അസോസിയേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് ഇതുമായിട്ട് ഈ വിഷയമായിട്ട് ഏതെങ്കിലും തരത്തില് താല്പര്യമുള്ളവര്, എനിക്ക് തോന്നുന്നത് ഇത് കേട്ടിട്ട് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക, നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരിക, അല്ലെ സാറുമായിട്ട് ബന്ധപ്പെടുക, സാറിന്റെ ടെലിഫോൺ നമ്പർ എടുക്കുക, സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും നമ്പർ. അപ്പൊ അതിനകത്തേക്ക് വരിക. പിന്നെ സാർ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് നമ്മളൊരു കൺക്ലൂഷൻ നിലയിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ ക്ലിയർ, വളരെ പെർഫെക്റ്റ്. ഞാനത് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. സാർ ഒരു വലിയ ഒരു ഒറേറ്റർ കൂടിയാണ്. അത് വളരെ ഭംഗിയായിട്ട്, വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമുള്ള സ്ഥിതികളിൽപ്പെട്ടാണ് കാര്യങ്ങൾ ഭംഗിയായിട്ട് അത് അതിൻ്റെതായ രൂപത്തിൽ അവതരിപ്പിക്കാൻ സാറിന്റെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലാളിത്യത്തോടു കൂടി സമചിത്തത്തോടു കൂടി ഒക്കെ പറയുന്ന നമുക്കൊന്നും അങ്ങനെയൊന്നും സാധ്യമില്ല, അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പം ആ രീതിയിൽ ഇനിയിപ്പോ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള കൺക്ലൂഷന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ക്ലിയർ ആണ്, വളരെ കൃത്യമായിട്ട് വന്നു. പിന്നെ ഫർദർ ആയിട്ട് എന്തെങ്കിലും ഫോളോ അപ്പ് വേണമെങ്കിൽ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ സാറിന് പോലെ എൻക്വയറി വേണമെങ്കിൽ മറ്റൊരു ദിവസം കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഏതെങ്കിലും പാർട്ടിക്കുലർ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എനിക്ക് തോന്നുന്ന സാറിന്റെ യൂസ് ചെയ്ത് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അതിന്റെ തലങ്ങളിലേക്ക് ഏതാണ് സ്റ്റെപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ പ്രായോഗിക സ്റ്റെപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ. അപ്പം വളരെ നന്ദി. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഷോർട്ട് നോട്ടീസില് ഷാമിൽ സാർ പുള്ളി പറഞ്ഞു, ഇപ്പൊ തന്നെ നമുക്കറിയാം, ഞാൻ പറഞ്ഞ ഡിസ്ട്രിക്ട് ലെവലിൽ മുതല് ഇന്റർനാഷണൽ ലെവലിൽ വരെ ഇങ്ങനെ ഡെയിലി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 24 hours പുള്ളി ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്ന ആളാണ്. ഷോർട്ട് നോട്ടീസിൽ വരാനും അപ്പൊ ആ ഒരു താല്പര്യം കാണിച്ച് നമ്മളോടൊക്കെ ഇത്രയും ഭംഗിയായിട്ട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ ഉണ്ടായ സാറിന്റെ വലിയ മനസ്സിനും ആ ഒരു സമയം കണ്ടെത്തിയിലും വി ആർ ഓൾ താങ്ക് യു വെരി മച്ച്. പിന്നെ ഒന്നുമില്ല, താങ്ക് യു വെരി മച്ച്. രാമേന്ദ്രൻ സാറിനെ കണ്ട്
ഏകദേശം 1 വർഷം മുമ്പ് ഞങ്ങള് ഈ സ്പോർട്സ് യോഗ എന്നൊരു കോൺസെപ്റ്റ് എന്റെ ബ്രെയിനിലേക്ക് വന്നതാണ്. അന്ന് മുതൽ ഞാൻ ഇങ്ങനെ ഇതിനൊരു ക്ലാസ്സിന് വേണ്ടി, കാരണം ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, ഞാൻ സ്പോർട്സിനെ സഹായിക്കുന്ന മൈക്രോ യോഗ, അതുകൊണ്ടാണ് ഞാൻ സ്പോർട്സ് യോഗ എന്നൊക്കെ ടൈറ്റിൽ മാറ്റുന്ന കാര്യമൊക്കെ പറഞ്ഞത്. പക്ഷെ അതിനേക്കാളൊക്കെ ഭയങ്കര ബൃഹത്തായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. റിയലി അതന്ന് സാറേ ഞാൻ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ കാര്യവട്ടത്ത് ട്രെയിനിങ് വന്ന സമയത്താണ് സാബു സാറോട് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ട്രെയിനിങ്ങിന്. ആ സമയത്താണ് സാറുമായിട്ടൊക്കെ സംസാരിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പുതിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഇന്ന് രാമചന്ദ്രൻ സാറിലൂടെ ഷാമിൽ മോഹൻ സാറിലൂടെ എത്താനും വളരെ മനോഹരമായി ഒരു വലിയ വിഷനെ കുറിച്ച് പറയാനും അത് ഇന്ത്യക്കും അല്ലെങ്കിൽ ലോകത്തിൽ അത് എത്രമാത്രം ഗുണകരമായി മാറും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. അപ്പൊ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും നേരെയാണ്. ഒരിക്കൽ കൂടി വന്നതിന് നല്ലൊരു ക്ലാസ് തന്നതിനൊക്കെ നന്ദി പറയുന്നു. സോ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. മൈ പ്ലഷർ. താങ്ക് യു സോ മച്ച്. രാമേന്ദ്രൻ സാറിനും നന്ദിയുണ്ടേ. സോറി. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ.